നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം 68-69 ശ്ലോകങ്ങളാണ്. ഭക്തജനങ്ങൾ ഏറ്റു പറയുക. ശ്രീ ഭഗവാനുവാച യാ ഇദം പരമം ഗുഹ്യം യാ ഇമം ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിദാസ്യതി മദ്ഭക്തോഷു വിദാസ്യതി ഭക്തി മയി പരാം കൃത്വാ ഭക്തി മയി പരാം കൃത്വാ മാമേ വൈശത്യ സംശയഃ മാമേ വൈശത്യ സംശയഃ ന ച തസ്മാൻ മനുഷ്യേഷു ന ച തസ്മാൻ മനുഷ്യേഷു കച്ചിന്മേ പ്രിയകൃത്രമഃ കച്ചിന്മേ പ്രിയകൃത്രമഃ ഭവിതാ ന ച മേ തസ്മാത് ഭവിതാ ന ച തമേ തസ്മാത് മദ്യാന പ്രിയതരോ ഭുവി മദ്യാന പ്രിയതരോ ഭുവി യാതൊരു വ്യക്തി ഇതം പരമം ഗുഹ്യം ഈ പരമരഹസ്യത്തെ മദ്ഭക്തേഷു എന്റെ ഭക്തന്മാരിൽ അവിദ്യാസ്യതി ഉപദേശിക്കുന്നുവോ സഹ അദ്ദേഹം മയി എന്നിൽ പരമമായ ഭക്തിയെ കൃത്വാ ചെയ്തിട്ട് മാ എന്നെ യേശതിയേവ പ്രാപിക്കുക തന്നെ ചെയ്യും. അസംശയ സംശയമില്ല. അതിൻ്റെ അർത്ഥം വായിക്കാം. ഭക്തജനങ്ങളായിട്ട് പറയാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നതിന് ശുദ്ധ ഭക്തിയുക്ത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അടുത്ത ശ്ലോകം എന്ന് പറയുക. മനുഷ്യേഷു മനുഷ്യരിൽ തസ്മാ അവനേക്കാൾ കച്ചിത് ഒരുവനും മേ എനിക്ക് പ്രിയകൃത്തമഃ പ്രിയകർമ്മം ചെയ്യുന്നതിൽ ശ്രേഷ്ഠനായി നാച ഭവതി ഭവിക്കുന്നില്ല. തസ്മാ അവനേക്കാൾ മേ എനിക്ക് പ്രിയതരഃ പ്രിയങ്കരനായ അന്യഃ മറ്റൊരു വ്യക്തി ഭുവി ഈ ലോകത്തിൽ നാ ഭവിത ഭവിക്കുകയുമില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. വിവർത്തനം മാത്രം ഞാൻ വായിക്കാം. എല്ലാ ഭക്തജനങ്ങളായിട്ട് പറയുക. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ
എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുക്ത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ശ്രീ ഭാവാർത്ഥം വായിക്കാം, ഭക്തജനങ്ങളെ കേട്ടിരിക്കുക. ഭാവാർത്ഥം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത്ഗീത ഭക്തന്മാർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവത്ഗീതയെ പറ്റിയോ കൃഷ്ണനെ കുറിച്ചോ മനസ്സിലാവില്ല. കൃഷ്ണനെയും ഭഗവത്ഗീതയെയും അറിഞ്ഞംഗീകരിക്കാത്തവർ ഭഗവത്ഗീതയ്ക്ക് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം ചമയ്ക്കാൻ തുനിഞ്ഞ് അപരാധമേൽക്കരുത്. പരമപുരുഷനാണ് ഭഗവാൻ എന്നറിഞ്ഞാദരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഭഗവത്ഗീത വിവരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഭക്തന്മാർക്കുള്ള വിഷയമാണിത്. തത്വശാസ്ത്രത്തിൽ ഊഹാപോഹം നടത്തുന്നവർക്കുള്ളതല്ല. ഭഗവത്ഗീതയെ യഥാർത്ഥ നിലയിൽ നിർവ്യാജം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭക്തി പ്രവർത്തനങ്ങളിൽ മുന്നേറി ശുദ്ധഭക്തൻ എന്ന നിലയിലെത്തുന്നു. പവിത്രമായ ഭക്തിയുടെ ഫലമായി അവർ സ്വഭവനമായ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുമെന്നത് തീർച്ചയാണ്. ഓം തത്സത് ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാകഥാമ്യഹം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീ ഗുരോ ശ്രീതപാദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സകഗണ രഘുനാനിതം സംസജീവം സാദ്വൈതം സാവധൂതം പഞ്ചസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹന ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപീശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരീശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകർതൃഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പവനേകോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതിലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ കൃഷ്ണപ്രഷ്ടായ ശ്രീമതി മഹാവിഷ്ണുഗോസ്വാമി നമാമി മൂർധന്യ ജനാരവിന്ദേ ശ്രീ ഭാഗവത ശ്രീ പ്രജാരണേ ലോകധാരണേ ശ്രീ മഹാവിഷ്ണുഗോസ്വാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത സത്സംഗത്തിലെ തൈക്കാട് ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യമായി കരുതുന്നു. നമ്മൾ ആദ്യമായി വന്ന ക്ഷേത്രമാണ് തൈക്കാട് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ തൈക്കാട് ക്ഷേത്രവുമായിട്ട് ഹൃദയബന്ധം നടത്തുന്നു. ആദ്യമായിട്ട് ഭഗവത്ഗീത ക്ലാസ്സിൽ വന്ന ദിവസങ്ങളൊക്കെ നന്നായി ഓർക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇസ്കോണിൽ വന്ന ദിവസത്താണ്, ഒരു സംശയം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഹിസ് ഗ്രേസ് ഗിരിരാജ് പ്രഭു നമുക്ക് തന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ മഹനീയതയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ശ്രീല പ്രഭുപാദറിന്റെ മഹാപുസ്തകങ്ങൾ ആരുടെ കയ്യിലാണോ എത്തിയത് അവർ പരമഭാഗ്യവാന്മാരാണ്. കാരണം ശ്രീല പ്രഭുപാദറിനോട് അവർക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ വഴി പല ഭക്തന്മാരും പല വഴിക്ക് ഭക്തന്മാരായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനെ പറ്റി ഏറ്റവും നല്ലൊരു ശ്ലോകം, ഒരു സംശയം വേണ്ട, കൃഷ്ണൻ പറഞ്ഞ അതേ ശ്ലോകം തന്നെയാണ്. ഭഗവത്ഗീത 18-ാം അധ്യായം 68-69 ശ്ലോകം അല്ലേ. ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കൃഷ്ണൻ തന്നെ നേരത്തെ പറഞ്ഞ 2 ശ്ലോകങ്ങളാണ്. എന്താണ്? ഭഗവത്ഗീത ആകുന്ന പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതമാകുന്ന ഈ പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. ആരാണ് പറയുന്നത്? കൃഷ്ണൻ നേരിട്ട് പറയുക ഭഗവത്ഗീതയിൽ. അങ്ങനെ ഭഗവാന്റെ ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആള്
അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തും, എന്നിലേക്ക് തിരിച്ചെത്തും എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ? ഭഗവാന്റെ ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തില്, ഗോലോകധാമത്തില്, വൈകുണ്ഠത്തിൽ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ഒരു ശ്ലോകം ഫോളോ ചെയ്താൽ മതി. എന്താണ് ഭഗവാനെ കുറിച്ചുള്ള ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചെത്തും എന്ന് ഭഗവാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതാ അങ്ങനെ ചെയ്യുന്ന വ്യക്തി ഭഗവാൻ എത്രത്തോളം പ്രിയങ്കരനാണ് എന്നതിനെ കുറിച്ച് ഭഗവത്ഗീത 18-ാം അധ്യായം തൊട്ടടുത്ത ശ്ലോകം 68 കഴിഞ്ഞ് 69-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ദിവ്യമായ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയെ, അങ്ങനെയുള്ള ആളിനെ ഭഗവാൻ വിളിക്കുകയാണ് ഭൃത്യൻ, സേവകൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? നമ്മുടെ എല്ലാവരുടെ ദീക്ഷ പേരിന്റെ ബാക്കി അവസാനം ഉള്ള വാക്ക് രണ്ടും സെയിമാണ്, എല്ലാവർക്കും സെയിമാണ്. ഏതാ? ഒന്നുകിൽ ദാസി അല്ലെങ്കിൽ ദാസൻ, ഭൃത്യൻ എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഉണ്ടാവാനും പോകുന്നത്. അതാ ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവാനും പോകുന്നത്. അപ്പൊ ഭഗവാന്റെ രഹസ്യമായി ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നവനാണ് ആ കാറ്റഗറിയിൽ പെടുന്നത്. അതിന് ഏറ്റവും എളുപ്പവഴി എന്താണ്? ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക. അത് തന്നെയാണ് ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ശ്രീല പ്രഭുപാദന്റെ പുസ്തകങ്ങൾ വായിച്ച് ഇഷ്ടപ്പെട്ടവർ ഒന്ന് കൈപിടിക്കുക. ഏകദേശം എല്ലാവരും പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് നല്ല സുഹൃത്തുക്കൾ? നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ചിലർ നമ്മളെ ചതിച്ച് കളയും. നല്ല സുഹൃത്തുക്കൾ തമ്മിൽ ചതി ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ പുസ്തകങ്ങൾ ഒരിക്കലും ചതിക്കില്ല. അതുകൊണ്ട് പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങളാണെങ്കിലോ അത് വേറെ ലെവലാണ് അല്ലേ? ശരി. അപ്പൊ ഞാൻ ശ്രീല പ്രഭുപാദനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് എഴുതാൻ പറഞ്ഞാൽ ഞാൻ ഉടനെ മഹാത്മാഗാന്ധി എന്നാണ് എഴുതുന്നത്. പക്ഷെ പ്രഭുപാദനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാറ്റി. കാരണം എന്താണ്? കാരണം പ്രഭുപാദ് ഒരു രാഷ്ട്രത്തിന്റെ മാത്രം സ്വത്തല്ല, അത് ലോകം മുഴുവനുള്ള ഒരു സ്വത്താണ്. അത് മനുഷ്യന് മാത്രമുള്ള ഒരു സ്വത്തല്ല, അത് സമസ്ത ക്രിമികീടങ്ങളുടെയും സുഹൃത്താണ് ശ്രീല പ്രഭുപാദ. അപ്പോ ആ ഒരു വിശാലത നമുക്ക് മനസ്സിലായതിനു ശേഷം അങ്ങനെ മാറി. അതായത് ശ്രീല പ്രഭുപാദനോട് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞു, അങ്ങ് നമ്മുടെ വൈദിക ഫിലോസഫി ലോകമാകമാനം പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യ ബ്രിട്ടീഷുകാരന്മാരിൽ നിന്ന് ഇപ്പോൾ സ്വതന്ത്രമാവും, പിന്നെ സ്വതന്ത്രമാവും, അങ്ങനെ അങ്ങനെ ആടിയിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ശ്രീല പ്രഭുപാദ ഗുരുനാഥനോട് പറഞ്ഞു, ഗുരുനാഥ, ശരിയാണ്, നമ്മളൊരു ദരിദ്ര രാഷ്ട്രമാണ്, അടിമ രാഷ്ട്രമാണ്. അപ്പൊ നമ്മൾ പോയി മറ്റുള്ള ലോകം മുഴുവനും പോയി നമ്മൾ ഈ ഫിലോസഫി പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആ വില ആൾക്കാർ തരത്തുള്ളൂ. നമ്മൾ ദരിദ്ര രാഷ്ട്രമല്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാണ് ആദ്യം ആവശ്യം. അതിനുശേഷം ഞാൻ ഈ ഫിലോസഫി ലോകമാകമാനം പ്രചരിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അതിശക്തനായ ഉരുക്ക് ഗുരു ആരാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ മഹാരാജ് പറഞ്ഞു, അന്ന് പ്രഭുപാദല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെയും ഇരിക്കാം, പക്ഷേ ശ്രീമദ് ഭാഗവതം ഈ ലോകം മുഴുവനും വ്യാപിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും കളയാനില്ല. ഉടനെ നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പഠിച്ച് ലോകമാനം പ്രചരിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ആ ഗുരുവിന്റെ വചനം ശ്രീല പ്രഭുപാദന്റെ ഹൃദയത്തിൽ നല്ലൊരു ആഴത്തിൽ പറിച്ചു. ശ്രീല പ്രഭുപാദർ വിചാരിച്ചത് ഈ ഭൗതികമായ ചട്ടക്കൂടിൽ നിന്നാണ് ഭാഗവതത്തിനെ ഭൗതികതയ്ക്ക് നോക്കിക്കാണുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. എന്നാൽ ഭൗതികമായ ഒരു കണ്ടീഷൻസും ശ്രീമദ് ഭാഗവത പഠനത്തിനോ പ്രചരണത്തിനോ തടസ്സമാകരുത് എന്നുള്ള ഒരു ശക്തമായ ഒരു ഉപദേശമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ ശ്രീല പ്രഭുപാദനോട് പറഞ്ഞു. അന്ന് മുതൽ ശ്രീല പ്രഭുപാദർ ഈ പറഞ്ഞ ഭാഗവത ധർമ്മത്തിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ മഹാരാജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും കിട്ടാത്തതും ഭാഗവത പഠനവും പ്രചരണവും ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇന്ത്യ വിട്ടു പോകേണ്ടവരാണ്. ശരി, ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്, ഈ ശരീരം വിട്ടു പോകേണ്ടവരാണ്, ഈ കുടുംബക്കാരെ വിട്ടു പോകേണ്ടവരാണ്, ഈ നാട്ടുകാരെ വിട്ടു പോകേണ്ടവരാണ്. ഈ പോകുന്നത് എവിടെയാണ് എന്ന് അറിയാതെ നമ്മൾ മരിക്കുമെങ്കിൽ ഇത് ശരിക്കും ഒരു സമയം പാഴാക്കി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യം എന്ത് തന്നെയായാലും ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത് അൺകണ്ടീഷണൽ ആൻഡ് അൺമോട്ടിവേറ്റഡ് ആണ്. ഭാഗവതത്തിൽ ശ്ലോകം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ശ്രീമദ് ഭാഗവത പഠനം അല്ലെങ്കിൽ പ്രചരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ.
ഇത് അൺകണ്ടീഷണൽ ആയിരിക്കണം, അൺമോട്ടിവേറ്റഡ് ആയിരിക്കണം. എന്താണ് അൺകണ്ടീഷണൽ ആൻഡ് അൺമോട്ടിവേറ്റഡ്? അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാൻ പ്രചരിപ്പിക്കാം, അത് കണ്ടീഷനാണ്, അത് വയ്ക്കരുത്. അൺമോട്ടിവേറ്റഡ് എന്താണ്? നമ്മളിത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഭൗതിക ലാഭം കിട്ടും എന്ന് നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തിയാണ് നമ്മൾ ഭക്തിയുദ്ധ ഭഗവത് ചെയ്യുന്നത്. ഡിവോഷണൽ സർവീസ് ഷുഡ് ബി അൺകണ്ടീഷണൽ ആൻഡ് അൺമോട്ടിവേറ്റഡ്. നമ്മൾ ഏതൊരു ഭക്തി പഠന പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്തിനു വേണ്ടി? അൺകണ്ടീഷണലായിട്ട് നമ്മൾ ചെയ്യുന്നതാണോ അതോ അൺമോട്ടിവേറ്റഡ് ആണോ ചെയ്യുന്നത്? ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. നമ്മൾ അത്ഭുതപ്പെടുത്തും. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ രണ്ട് അജണ്ട ഹിഡനായിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ അതിന് പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടെണ്ണം ഇല്ലാതെ കുറേ സമയം നമ്മൾ ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് സമയം കൃഷ്ണന് വേണ്ടി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അതിൽ ഏറ്റവും എളുപ്പമായ ഒരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഏച്ചിരുന്ന് നാമം ജപിക്കുക. അത് ആർക്കും കാണിക്കാനല്ല നമ്മൾ ജപിക്കുന്നത്, അല്ലേ? ആരെയും കാണിക്കാനല്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഭക്തനാണോ അല്ല, ഇതാണ് നമ്മളോട് തന്നെ ചെക്ക് ചെയ്ത്. ആരെയും കാണിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം കാണിക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം ഡെയിലി നമ്മുടെ ഓരോ ദിവസത്തിലും മാറ്റിവെക്കും. ഇത് വലിയൊരു സീരിയസ് ആയ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതെ ഞാൻ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ ടോപ്പിക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. എന്തുകൊണ്ട് ഒരാൾ ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ശിലപ്രഭാതയുടെ പുസ്തകം മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇതാണ്: നമ്മളിലുള്ള ഹംബിൾനെസിന്റെ മലയാളം എളിമ പുറത്തു വരാൻ. നമുക്ക് ഒരു ബുക്ക് ഒരാളുടെ കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറയോ വേണം എന്ന് പറയോ? നിങ്ങളെടുത്ത് ആദ്യമായ ഒരു ബുക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതാണ് ആൻസർ. വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, സംശയമൊന്നുമില്ല. അപ്പൊ കൊണ്ടുവന്ന ആളിന്റെ മുഖം വെളുക്കോ ചുമക്കോ? കൊണ്ടുവന്ന ആളുടെ മുഖത്ത് നിങ്ങൾ വേണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വിഷമിക്കോ സന്തോഷിക്കോ? സ്വാഭാവികം, മുഖം കറുത്തു പോകും, അല്ലേ? അപ്പൊ നമ്മള് കഴിയുന്ന നേരത്തെ അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകാനാണ് ആ സമയം നമ്മൾ ശ്രമിക്കുക. കാരണം കുറച്ചു നേരം അവിടെ ഇരുന്ന ആ ബുക്ക് നമ്മുടെ കന്നുകൾ ഇത് പേടിച്ചിട്ട് നമ്മൾ ഉടനെ കുലുക്കി അവിടെ ഓടിപ്പോകും, അല്ലേ? ആണോ അല്ലയോ? അങ്ങനെ എത്രയോ പോയി. ഓക്കെ, അപ്പോ ആ മനുഷ്യന്റെ വികാരം അദ്ദേഹം രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, രണ്ട് ബെഗ് ചെയ്തു. ഒന്ന് വിനയപൂർവ്വം നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു, ദയവായി പുസ്തകം വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. രണ്ട് ദയവായി വീണ്ടും എളിമയോടെ കെഞ്ചി ചോദിച്ചു. ഈ രണ്ടെണ്ണം ആർക്കെ ചോദിക്കാൻ പറ്റുമോ? ഒരു വൃത്തിന് മാത്രമേ ചോദിക്കൂ, ഒരു മുതലാളിക്ക് ചോദിക്കാൻ പറ്റുമോ? മുതലാളി ഭാവത്തിലിരുന്ന് നമ്മൾ ഇത്ര ഇറങ്ങി വന്ന് ആരുടെയെങ്കിലും റിക്വസ്റ്റ് ചെയ്യും. മുതലാളി ഭാവമുള്ള ആൾ ആരെങ്കിലും നിന്ന് ബെഗ് ചെയ്യില്ല. ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണം ചെയ്താലേ അത് മൂവ് ആകും, ശരിയല്ലേ? അതുകൊണ്ട് ഒരാൾക്ക് എളിമ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. കാരണം പറ്റില്ല, വേണ്ട എന്നുള്ള ഒരുപാട് റിജക്ഷൻസ് നമ്മൾ കേട്ട് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള വിനയം ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും മുന്നോട്ട് പോകും. ഏറ്റവും വിനയമുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാം, ഗിരിരാജ് പ്രഭു. മറ്റൊരാളാ ഹരേകൃഷ്ണ പ്രഭു. മൂന്നാമത്തെ ഒരാളാ ഒന്ന് എല്ലാവരും ഒരു കൈകൊട്ടി അതേപോലെ. എന്നാലും സൂപ്പർ ബുക്ക് ഡിസ്ട്രിബ്യൂഷന്മാരുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും, അല്ലെ, സുവർണ ലിപികളിൽ ഇവരുടെ പേരുകൾ ആദ്യമേ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇവരെല്ലാം നമ്മുടെ നല്ലൊരു മാതൃകയാണ്. ഏറ്റവും നല്ല മാതൃക ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ്, അല്ലേ? നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നയിക്കാൻ ആൾക്കാരുണ്ടല്ലോ. മുന്നോട്ട് നടക്കുന്ന ഗോക്കൾ അതിൻ്റെ പിന്നോട്ട് നടക്കുന്ന ഗോക്കളെയല്ല എന്നൊരു രൂപമുണ്ട്, അല്ലേ? അപ്പോൾ നല്ല നല്ല മാതൃകയുള്ള ഡ്യൂട്ടിമാരുടെ പുറകെ പോയാൽ എളുപ്പമാണ്. ആദ്യമായിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ആൾ വാളും കൊണ്ടേ പോകും. കാരണം എന്താ? ചെടികളൊക്കെ വെട്ടി പോകണം, അല്ലേ? കുറേ കഴിഞ്ഞ് പോകുമ്പോൾ വാളിൻ്റെ ആവശ്യമില്ല, റൂട്ടൊക്കെ നടന്നുള്ള അത് കാണും. കുറേ കൂടി കഴിഞ്ഞ് പോയാലോ അവിടെ മുള്ളൊന്നും കാണത്തില്ല. കാരണം ആദ്യം പോയവരുടെ കാലിലൊക്കെ കുത്തി അതൊക്കെ. അതേപോലെ ഇവരെല്ലാം നമുക്ക് എങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് മാതൃകയായി ആൾറെഡി കാണിച്ചിട്ടില്ലേ? ആൾറെഡി കാണിച്ചു. ഇനി അവരുടെ പുറകെ അങ്ങ് പോയാൽ മതി. ശരിക്കും ഇവരുടെ കൂടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയിട്ട് വരുന്നത് കൈപ്പിക്കുക കുറച്ച് പേരുണ്ട്, നല്ല സൂപ്പർ, അല്ലേ? എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരുടെ ഫോട്ടോ ഒക്കെ ഏതിൽ വരും?
വാട്സപ്പ് ഗ്രൂപ്പിൽ ഫേമസ് ആവണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം അല്ലേ? എല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കണം അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഫോട്ടോ വന്നിട്ടുള്ളത് ഗുജറാത്ത്. ഒരു പക്ഷേ ജയസായിബിന്റെ ഫോട്ടോ ഇത്ര വന്നിട്ടില്ല അല്ലേ? മൊത്തം അതാണ് ഫേമസ് ആവണമെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് ഏറ്റെടുത്താൽ ഇഷ്ടംപോലെ ഫോട്ടോ നമുക്ക് എടുക്കാം. വിഷയത്തിലേക്ക് അതായത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് ഒരുപാട് ഡോട്ടീസിനെ കൊണ്ടുവരാൻ ബുക്കിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ പ്രഭുവിന്റെ പുസ്തകം വായിച്ച ഭക്തജനമാണ്. എൻ്റെ ഒരു നല്ലൊരു അനുഭവം ഞാൻ പറയട്ടെ. ഞാൻ ഇസ്കോണിൽ പണ്ട് ആദ്യമായി ഇസ്കോണിൽ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു നല്ലൊരു കാര്യം ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ ക്ലാസ് എടുക്കുന്നത്, വേസത്തിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ഫാസ. അതിന് കർമ്മി പേരാണ് മുഹമ്മദ് ഫാസ്. അത് ദീക്ഷത്തെ വ്യക്തിയാണ്. അത് ഓർമ്മയുണ്ട് അന്നൊക്കെ അറിയാം. മുഹമ്മദ് ഫാസിന്റെ ക്ലാസ്സാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മുഹമ്മദ് ഫാസോ ഭഗവത്ഗീത ക്ലാസ്സോ മേച്ചാവുന്നില്ല. ഖുർആൻ ക്ലാസ് വല്ല ആണോ അത് ഭഗവത്ഗീത തന്നെയാണോ? ഞാൻ വളരെ ക്യൂരിയസിറ്റിയോടുകൂടി എത്തി. നല്ല വെളുത്ത് കൊടുത്ത ഒരു മുഹമ്മദ് ഫാസ് നിലവിട്ട് ക്ലാസ് എടുക്കുകയാണ്. നല്ല ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ മണിമണിയാ വരികയാണ് ഭഗവത്ഗീത ശ്ലോകം. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയസിറ്റി, ഈ ഒരു മുസ്ലിം മുഹമ്മദ് ഫാസ് ഇത്ര നന്നായി ഭഗവത്ഗീത ശ്ലോകങ്ങളൊക്കെ വായിച്ച് എന്ന് നന്നായി ക്ലാസ് എടുക്കുന്നു. എന്തായാലും പോണതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ഇടിച്ചു കയറി, എന്താണ് ഖുർആന്റെ ക്ലാസ് എടുക്കാത്തത്, എന്തിനാ ഭഗവത്ഗീതയുടെ ക്ലാസ് എടുക്കുന്നത് എന്നൊന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കിക്കാൻ ഒരു ചെറിയ ഒരു സന്തോഷം ഒന്ന് ഇടിച്ചു കയറി സംസാരിക്കും. അവസാനം ക്ലാസ് എല്ലാം കഴിഞ്ഞു, പ്രസാദമൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പൊ എന്റെ ഫോക്കസ് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം. നല്ല വെളുവെളുന്ന് ഒന്ന് ഇടിച്ചു കയറി സംസാരിക്കും. നൈസ എന്റെ അരപ്പൊടി ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ഇടിച്ചു കയറി സംസാരിച്ചു. ഹരകൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, അങ്ങ് മുഹമ്മദ് ഫാസലി ഏതാണോ പറഞ്ഞാൽ പിന്നെ ഭഗവത്ഗീത ബൈബിൾ ഖുർആൻ എന്ന് ചോദിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റെസ്പെക്ടിങ് ഖുർആൻ എന്നിട്ട് പറഞ്ഞു, ഖുർആനില് ഭൂമി, സ്വർഗം, നരകം ഈ 3 ലോകത്തിനെ കുറിച്ച് നല്ല വിവരണങ്ങളുണ്ട്. പിന്നെ ആധ്യാത്മിക ലോകം ഉണ്ട് എന്നൊരു ക്ലൂ കൂടെ അതിനകത്ത് തന്നിട്ടുണ്ട്. എന്നാൽ ബൈബിളിലും ഖുർആനിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ഇതേപോലത്തെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, സനാതന ധർമ്മത്തിലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ ത്രിലോകങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിനെ കുറിച്ചും അതിന് മുകളിലുള്ള, അതിന് താഴെയുള്ള, അതിനെ കുറിച്ചൊക്കെ ഒരു വിശാലമായ അറിവ് നൽകുന്നു. ഈ 14 ലോകത്തിനെ കുറിച്ചും അതിനുപരിയുള്ള ആധ്യാത്മിക ലോകത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിവ് നൽകുന്നു. ഞാൻ അറിവ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ അറിവ് ഭഗവത്ഗീത ഭാഗവതത്തിൽ കിട്ടിയത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഭയങ്കര സന്തോഷം. നമ്മൾ ഒരിക്കൽ പോലും പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല ഭഗവത്ഗീത. ഏതോ ഞാൻ അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ പറഞ്ഞു ഞാൻ ഇറാഖുകാരനാണ്. എന്താ സദാം ഹുസൈൻ, അത് മാത്രമേ അറിയാം. ഓ സദാം ഹുസൈൻ്റെ ആണോ? ഭയങ്കര സന്തോഷം. എന്നൊക്കെ സദാം ഹുസൈനൊക്കെ ജോലിച്ചിരിക്കുന്ന കാലം സദാം ഹുസൈൻ്റെ ആണോ? ഓക്കെ. ഞാൻ ചോദിച്ചു, അപ്പൊ അങ്ങ് എന്നാണ് ഈ ഭഗവത്ഗീതയൊക്കെ മനസ്സിലാക്കിയത്? ഉടനെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മ എന്നെ പഠിക്കാൻ വേണ്ടി MBBS ഡോക്ടർ പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് അയച്ചു. ഞാൻ ലണ്ടനിൽ പോയപ്പോ എനിക്ക് ഒഴിവ് സമയം ഒരുപാട് കിട്ടി. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ കുറിച്ച് ഭയങ്കര പരാതി എപ്പോഴും പറയും. എന്താണ് ആ പരാതി? എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പരാതി പറയും. പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയത്തൊക്കെ ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കും. ഒരു ദിവസം ഞാൻ ലണ്ടനിൽ MBBS ലൈബ്രറിയിൽ ഞാൻ പോയപ്പോൾ അവിടെ ഞാനൊരു പുസ്തകത്തിന്റെ പടം അപ്പൊ ചോദിച്ചു, ആത്മഗവേഷണമുള്ള പുസ്തകമില്ല, ഓർമ്മയില്ലേ? ആ പുസ്തകം എന്താ? പേടിക്കാത്തവരുണ്ടോ? കൈവക്കും. ആ പുസ്തകത്തിന്റെ പടം ആരും പേടി, ഒരു വല്ലാത്തൊരു പടം. തുടക്കം മുതലേ പേടിയാണ്. ആ പണം കണ്ട് പേടിച്ച് വന്ന് കൈപിടിക്കുക. സത്യസന്ധമായി പറഞ്ഞു, മാതാജി മാത്രമേ പേടി, വേറെല്ലാം ഡീസൻ്റാണ്. ആ പണം കണ്ട് ഞാൻ പേടിച്ചു. അത് ആത്മഗവേഷണം. അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. ഞാൻ ആ പുസ്തകം മറച്ചു നോക്കി. ആ നിൽപ്പിൽ തന്നെ ഞാൻ പകുതിയോളം പേപ്പർ ഞാൻ വായിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല. ആ രാത്രി മുഴുവനും ഞാൻ ആ പുസ്തകം വായിച്ചു. എന്നിട്ട് ആ പുസ്തകത്തിലെ അഡ്രസ്സ് നോക്കി ഞാൻ ആ സ്ഥലത്ത് പോയി ഡിസ്കൗണ്ട് വന്നു. അങ്ങനെ ഞാൻ ഭക്തനായി.
മുഹമ്മദ് ഫാസ് കീ ജയ്. അങ്ങനെ ഇറാഖിലുള്ള ഒരു പക്ക മുസ്ലിം ലണ്ടനിൽ MBBS പോയപ്പോൾ അവിടുത്തെ ലൈബ്രറിയിലുള്ള സയൻസ് ഓഫ് സെൻട്രലൈസേഷൻ പുസ്തകം വായിച്ച് അതിനുള്ള അഡ്രസ് തപ്പി ഇസ്കോണിൽ വന്ന് നല്ല പക്ക ഡ്യൂട്ടിയായി മാറി. ഇന്ത്യയിൽ, കേരളത്തിൽ, തിരുവനന്തപുരത്തിൽ, തൈക്കാടിൽ വന്ന് നമുക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ് മനസ്സിലായോ? അത് എന്തിനാണ് കണക്ഷൻ ആലോചിക്കുന്നത്? വലിയ രസമാണ് അല്ലേ? ഇതാണ് ശ്രീലപ്രഭാതയുടെ പുസ്തകത്തിന്റെ ശക്തി. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. തിരുവനന്തപുരത്തിൽ പിറന്ന് ഇവിടുത്തെ ജീവിച്ച് ഇന്ന് വരെ ഇത് കണ്ടിട്ട് കൂടിയില്ല ഭഗവത്ഗീത. ഈ മനുഷ്യൻ മുസ്ലിം രാജ്യത്ത് ജനിച്ച് വേറെ എവിടെ പോയി പഠിച്ച് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് വായിച്ച് ഇവിടെ വന്ന് ക്ലാസ് എടുക്കും. അദ്ദേഹമാണോ പുണ്യാത്മാവ്, നമ്മളാണോ? അപ്പൊ ഞാൻ ആലോചിച്ചു, മുഹമ്മദ് ക്ലാസ് വായിച്ച സ്ഥിതിക്ക് ഞാനും എന്തായാലും വായിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഭഗവത്ഗീത വായിക്കണം എന്നുള്ള ആഗ്രഹം ആദ്യമാണ്. അപ്പോ ഇതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യം. ശ്രീലപ്രഭാതന്റെ പുസ്തകത്തിന്റെ ശക്തിയാണ് ഈ ഇൻസിഡന്റ്. പ്രഭാന്റെ പുസ്തകം വായിച്ച ആരും തല തിരിഞ്ഞിപ്പോകും. തല തിരിഞ്ഞവരാണോ ഉടനെ വായിക്കേണ്ട പുസ്തകം ഏതാണ്? പ്രഭാന്റെ പുസ്തകമാണ്. ഇത്രയും നല്ലൊരു കൗൺസിലിങ്ങിന്റെ ഒരു സിലബസ് ലോകത്ത് വേറെ ഒരിടത്തില്ല. ഇത്രയും നല്ലൊരു അടിപൊളി ഒരു ലോകത്തിലാണ് നമ്മൾ അറിയാതെ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ വായിപ്പിക്കണം. അവരെ കൊണ്ട് എങ്ങനെയും വായിക്കണം. നമ്മളാ വായിക്കുന്നില്ല, നമ്മുടെ അടുത്ത തലമുറയിൽ വായിക്കും. അങ്ങനെയാണോ? അതായത് രാധാനാഥ മഹാരാജ് ഒരിക്കൽ ക്ലാസ്സിലെ കൃഷ്ണ മഹാത്മത്തിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീലപ്രഭാതന്റെ ലീലയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പുസ്തകങ്ങൾ ഡെയിലി വിതരണം ചെയ്യാൻ പോകാറുണ്ടോ? ബ്രഹ്മചര്യ ശ്രീലപ്രഭാതം ചോദിച്ചു. അപ്പൊ ചോദിക്കുമ്പോൾ ഒരിക്കൽ പ്രഭാതം ചോദിച്ചു, നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ബ്രഹ്മചാരി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വായിച്ചു. ഇവിടെ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എന്താണ് നാട്ടുകാരോട് പോയി പറയാൻ പോകുന്നത്? ഈ പുസ്തകം കൊള്ളാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൊള്ളാമെന്ന് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ പുസ്തകങ്ങൾ വിതരണം ചെയ്താൽ മാത്രം പോലെ നിർബന്ധമായിട്ട് നിങ്ങൾ അത് വായിക്കുകയും കൂടെ വേണം. എങ്കിലേ അതിന് തെളിവ് വരുന്നുള്ളൂ, ഒരു ആത്മാർത്ഥത വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ രാജനാഥ മഹാരാജ് ലെക്ചറിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീലപ്രഭാതന്റെ പുസ്തകങ്ങൾ നമ്മൾ പ്രണയിക്കണം. നമ്മൾ നല്ലൊരു ഇതിന്റെ ലെവലിൽ തന്നെ സ്നേഹമുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന ദിവ്യമായ രഹസ്യം. അപ്പൊ ശ്രീലപ്രഭാതന്റെ ആ ദിവ്യമായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. വായിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത് അത്രയും നല്ല ദിവ്യമായ ജനനം എന്ന ചക്രത്തിൽ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവ്യമായ രഹസ്യമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര സ്നേഹമുള്ളവർക്ക് അത് കൊടുത്തു, സ്വാഭാവികമായിട്ട് അത് കൊടുത്തു. അത്രയ്ക്ക് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ആ പുസ്തകം വായിക്കുന്ന നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. പുസ്തകത്തിനോട് പ്രണയം എത്ര പേർക്കുണ്ട്? പുസ്തകത്തിനോട് പ്രണയം എത്ര പേർക്കുണ്ട്? ഉണ്ടാവണം. അതില്ലാത്തവർക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. വായിച്ചാൽ അതായത് എനിക്ക് ഒരു പുസ്തകത്തിനോട് ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ, പ്രഭാന്റെ പുസ്തകം വളരെ നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് ദിവസത്തിനകത്ത് തന്നെ കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി പുസ്തകം ഈ ലോകത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകും. അപ്പൊ ഞാൻ LLB പഠിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണലി ടച്ച് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്, പുസ്തകമായിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പൊ പ്രഭാന്റെ പുസ്തകം മാസീവായിട്ട് എല്ലാവരും എത്തിക്കുന്നത് വലിയൊരാണ്. പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ LLB ഒക്കെ കഴിഞ്ഞ് കോടതിയിലൊക്കെ പോയി. അപ്പോൾ കോടതിയിൽ ഞാൻ കേസില്ല, ഫീസില്ല, വക്കീലായിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് നല്ലൊരു കേസ് കിട്ടി. അത് നിങ്ങൾക്കറിയാം, ഹിസ് ഗ്രേസ് ശ്രേഷ്ഠത. അറിയാം ശ്രേഷ്ഠത, ഹിസ് ഗ്രേസ് ശ്രേഷ്ഠദാസ്. ഹിസ് ഗ്രേസ് ശ്രേഷ്ഠദാസ് അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അമേരിക്കയിലാണ്, അമേരിക്കൻ സിറ്റിയിലാണ്, മലയാളിയാണ്. അദ്ദേഹത്തിന്റെ നാട് അങ്കമാലിയാണ്. അങ്കമാലിയിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഹിസ് ഓണേഴ്സ് ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേരളത്തിൽ മാസികമായിട്ട് പ്രീച്ച് ചെയ്യണമെന്ന്. അദ്ദേഹം സ്വന്തം പൈസയ്ക്ക് ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കി അങ്കമാലിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അന്ന് ജയഭാസ മഹാരാജ്, ഹിസോണ ജയഭാസ മഹാരാജ്, ഹിസോണ ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ് അടക്കമുള്ള എല്ലാവരും വന്ന് ഈ 2004 കാലഘട്ടത്തിലാണ് പോയത്. അത് ഉദ്ഘാടനം ചെയ്തു. ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ മുഹൂർത്തങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വണ്ടിയൊക്കെ കയറി അവിടെ എത്തിക്കണം. വലിയൊരു സ്റ്റെപ്പിള് ഗംഭീരമായിരുന്നു. ഞാൻ വളരെ സന്തോഷമായിട്ട് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ലെക്ചറൊക്കെ കേട്ടു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു 2 വർഷത്തിനകം ആ ക്ഷേത്രം
ഓക്കെ. അന്നത്തെ അഡ്വർടൈസിന് കാരണം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പോസ്റ്റിങ്സ് ദൂര സ്ഥലത്തായി പോയി, ടെമ്പിൾ നോക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ആ ടെമ്പിൾ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം അടച്ചിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ട സീനൊക്കെ എന്ന് പറഞ്ഞാൽ നിറച്ച് പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു, BBT ഒക്കെ ഉണ്ട്, എല്ലാം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ വലിയ ടെമ്പിൾ പ്രസിഡന്റാണ് ഹിസ് ഗ്രേസ് ശ്രേഷ്ഠദാസ്. അദ്ദേഹം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒന്ന് കണ്ടു. ഞാൻ അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ പുതിയ വക്കീലാണ്. ഇല്ലില്ല, നിങ്ങൾ ചെയ്തോളൂ, ഡിവോട്ടിമാരുടെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കേസ്. അപ്പോൾ ഞാൻ നല്ലൊരു ഡിവോട്ടി വലിയ ഒരു കേസ് തന്നിരിക്കുകയാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി ആ കേസ് നന്നായി നടത്തി. ഫോർച്ചുനേറ്റ്ലി ഞാൻ ആ കേസ് വിജയിച്ചു. അപ്പോൾ അദ്ദേഹം ലക്ഷങ്ങളുടെ ഒരു വലിയൊരു കേസായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഞാൻ അത് ജയിച്ചു. അപ്പോൾ അദ്ദേഹം അത് പ്രീതി കൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, വക്കീൽ ഫീസ് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നൊരു ഭക്തനായിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടെ അടുക്കി വെച്ചിരുന്ന ആ പുസ്തക റൂം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കിപ്പോൾ അറിയാം അതെന്ത് ചെയ്തിരിക്കുകയാണ്, അത് കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രഭുവിനോട് പറഞ്ഞു, പ്രഭു എനിക്ക് പുസ്തകങ്ങൾ വേണം, ശ്രീലപ്രഭാതം. എനിക്കറിയാം അങ്ങയുടെ ടെമ്പിളിൽ അത് പൊടിയടിച്ചിരിക്കുക, കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അറിയാം. പ്രഭു എനിക്ക് ഇത്രയും നല്ലൊരു കേസ് വിജയിച്ച സ്ഥിതിക്ക് എനിക്ക് അങ്ങ് എന്ത് തന്നാൽ മതി, ആ പുസ്തകങ്ങൾ മുഴുവൻ എനിക്ക് തന്നാൽ മതി. അദ്ദേഹം ഞെട്ടുപോയി. അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു യങ് ലോയർ ഫീസായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രഭുവാന്റെ പുസ്തകങ്ങളാണ്. ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടുത്തെ പുസ്തകങ്ങൾ ആർക്കെടുത്ത് കൊടുക്കട്ടെ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വർഷമായിട്ട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ആ പുസ്തകങ്ങൾ വേണമെന്ന് പറഞ്ഞിരിക്കുക. അദ്ദേഹത്തിന് അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് അവിടെ നിന്ന് എടുക്കാൻ. അപ്പൊ പറഞ്ഞു, പ്രഭു ഒരു കാര്യം ചെയ്യൂ, പ്രഭു ഒരു ലോറി പിടിച്ച് പുസ്തകം എടുത്തോണ്ട് പോയിക്കോളൂ. ലോറി പിടിക്കാനുള്ള പുസ്തകം ഉണ്ടോ അതിനകത്ത്? ഞാൻ പറഞ്ഞു, ശരി പ്രഭു, അതിനെന്താ? അന്ന് എൻ്റെ അച്ഛൻ ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ ഡീലറാണ്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു വണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ പോകുന്നത്. ആ വണ്ടി എടുത്ത് നമ്മൾ 1-2 നോട്ടീസായിട്ട് നേരെ എങ്ങ് പോയി, നമ്മുടെ അങ്കമാലി ടെമ്പിളിൽ പോയപ്പോ എന്താ തുറന്ന് തന്നിരിക്കുകയാണ്. എടുത്തോ, എന്ത് വേണോ എടുത്തോ. ഒരൊറ്റ പുസ്തകം ഞാൻ അവിടെ വിട്ടില്ല. സകല പുസ്തകവും ഞാൻ ചുമടെടുത്ത് നമ്മുടെ ടീമായിട്ട് നിറച്ച് പുസ്തകം കംപ്ലീറ്റ് വണ്ടിയിലേക്ക് ഒരു ലോറി മൊത്തം പുസ്തകമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്നു. ചോദ്യം ഇതാണ്, ഇത് എവിടെ ഇറക്കി വെച്ചു? ഇറക്കി വയ്ക്കാൻ സ്ഥലമില്ല. അവസാനം അച്ഛൻ പുതിയതായിട്ട് പണികഴിച്ച് നമ്മുടെ വീട് മൊത്തം 4 റൂമുണ്ട്. 4 റൂമും പുസ്തകങ്ങൾ അടുക്കി വെച്ചു. മൊത്തം എൻ്റെ വീട് മൊത്തം പുസ്തകം. വീട്ടിനകത്ത് ആരും കയറാൻ പറ്റില്ല. മൊത്തം പുസ്തകം ഇങ്ങനെ ഒരാൾ പൊക്കത്തിൽ തറയിൽ നിന്ന് തുടങ്ങി പുസ്തകം അടിക്കാൻ ചെയ്യും. ആ പുസ്തകങ്ങളായിരുന്നു ശ്രീ രാധാ നീലമാധവ സത്സംഗിന്റെ വർഷങ്ങളോളമുള്ള BBT. ഈ പുസ്തകങ്ങൾ ഇത്ര കൊടുത്ത് തീരുന്നില്ല. ഫ്രീ ആയിട്ട് കൊടുത്തു, പൈസക്ക് കൊടുത്തു, ചെതലടിച്ചു പോയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ ഭഗവാനോടെ പുസ്തകത്തിനോടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു ഇഷ്ടം നമ്മൾ അങ്ങനെ ഒരു ചെറിയ ഒരു സേവയിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പുസ്തകം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു തോറും നമ്മൾ ആലോചിച്ചു, ഇത്രയും പുസ്തകം വായിച്ചിട്ടൊന്നും പുസ്തകം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രഭുപാദ പറഞ്ഞ പോലെ എല്ലാ പുസ്തകവും വായിച്ചിട്ടൊന്നും അല്ല നമ്മൾ നാട്ടുകാർക്ക് കൊടുത്തത്. പക്ഷെ ഓരോ പുസ്തകം കൊടുക്കും തോറും നമ്മുടെ മനസ്സിൽ പുസ്തകം വായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു ചൂട് ഏറ്റ് കുറേ കാലം അവിടെ പുസ്തകം ഇരുന്ന് ചെതലരിച്ച് പോയിട്ടുണ്ട്. ഇത്രയും പുസ്തകം കൊടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പുസ്തകമുണ്ട്. പിന്നെ കുറേ പുസ്തകം പല ഭാഷയിലെ പുസ്തകം, ഒറിയയിലെ പുസ്തകങ്ങൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്കമാലിയിൽ വെച്ചിട്ടില്ല, എല്ലാം എടുത്തിട്ടോ. അപ്പോൾ ഒറിയ അങ്ങനെ പല ആൾക്കാർക്കും ഈ പുസ്തകം വർഷങ്ങളോളം 2004 മുതൽ നമ്മൾ കരമന ടെമ്പിൾ കിട്ടുന്നത് വരെയും പുസ്തകങ്ങൾ കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി. ഒരുപാട് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ അവിടെ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ പ്രഭുവാന്റെ പുസ്തകത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പറയുന്നത് ഇതാണ്, നമ്മൾ ഈ പ്രഭുവാന്റെ പുസ്തകങ്ങൾ നമ്മൾ പ്രണയിക്കുമെങ്കിൽ നമ്മുടെ ഈ പുസ്തകം നമ്മളെ ഗൈഡ് ചെയ്യും. ഒരിക്കൽ നമ്മുടെ സിഖുകാരുടെ ഡയറ്റ് എന്താണെന്ന് പറയാം. സിഖുകാരുടെ ഡയറ്റ് എന്താ? സിഖുകാരെന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ എന്താ? സുവർണക്ഷേത്രം അല്ലേ? സുവർണക്ഷേത്രം. ആ സുവർണക്ഷേത്രത്തിന്റെ ഫ്രണ്ടില് അകത്ത് ബുക്കാണ് അവരുടെ വിൽക്കുന്നത്, പുസ്തകമാണ്.
അപ്പോൾ ഒരു സിഖുകാരൻ ഒരിക്കൽ ഡൽഹി ഇസ്കോണിൽ വന്നിട്ട് അവിടെ വന്ന് ദർശനമൊക്കെ ചെയ്തു. അവർ ഹിന്ദുക്കളാണെന്ന് കൂട്ടാം, എന്നാൽ ഹിന്ദുക്കളും അല്ല, ആ സെറ്റപ്പാണ് അല്ലേ. അപ്പോൾ ഒരിക്കൽ ആ സമയത്ത് സിഖുകാരൻ വന്ന് അവിടുത്തെ ആളുകളോടൊക്കെ പ്രീച്ച് ചെയ്ത് എന്ന് വെച്ചാൽ ഗുരു ഗ്രന്ഥ സാഹിബ്, എന്താ അവർ പറയുന്നത്, ഗുരു ഗ്രന്ഥ സാഹിബ്. ഗുരുവാണ് ആര്? ഗ്രന്ഥം. ഗ്രന്ഥത്തിന് ഗ്രന്ഥ സാഹിബാണ്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ആരാണ്? ഗ്രന്ഥമാണ് എന്നൊക്കെ പറയും. അവർക്ക് നല്ല ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഗുരു ഗ്രന്ഥ സാഹിബിനെ കുറിച്ച് നല്ല പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഭക്തന്മാർ ഇതിന് പ്രീച്ച് ചെയ്തപ്പോൾ ശരിയാണ്, ഇസ്കോൺ ഫിലോസഫി അദ്ദേഹമായിട്ട് മാച്ചാണ്. ഉടനെ അദ്ദേഹം അവിടെ നൈസ അവിടെ പോയി ഗോപാലകൃഷ്ണ മഹാരാജിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിഖുകാരൻ വന്നിട്ടുണ്ട്, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ശരിയാവുന്നില്ല, അതേ ഗുരുഗ്രന്ഥ സാഹിബാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭഗവത്ഗീത വിഷയങ്ങളിലൊന്നും അദ്ദേഹം അടുക്കുന്നില്ല. അപ്പോൾ സാരമില്ല, അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പോൾ ഗോപാലകൃഷ്ണ പ്രസാദ് മഹാരാജിൻ്റെ അടുത്ത് ഈ സിഖുകാരൻ വന്ന് സംസാരിച്ചു. അപ്പോൾ ഗോപാലകൃഷ്ണ മഹാരാജ് ആദ്യമേ ഗുരുഗ്രന്ഥ സാഹിബിനെ കുറിച്ച് പുകഴ്ത്തുന്നു. ഈ ദിവ്യ ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈഫ് മാറ്റും, ഈ ഗ്രന്ഥങ്ങൾ മനുഷ്യന് ശാന്തി നൽകും. ഈ ഗുരുഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്നത് മനുഷ്യനെ നേർവഴി കാണിക്കുന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞ് ഗുരുഗ്രന്ഥ സാഹിബിനെ കുറിച്ച് നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആര് ഹാപ്പിയായി? സിഖുകാരൻ വളരെ ഹാപ്പിയായി. എന്നിട്ട് പറഞ്ഞു, അതേപോലത്തെ മറ്റൊരു ഗ്രന്ഥ സാഹിബാണ് ഏത്? ഭഗവത്ഗീത. അതും ഇതും തമ്മിൽ വ്യത്യാസമില്ല. കാരണം എന്താ? അതും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ്, ഇതും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനാണ്. ഇതിലൂടെയും ആൾക്കാർക്ക് ശാന്തി നൽകുന്നു, അതും വായിച്ചപ്പോൾ എല്ലാവർക്കും ശാന്തി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരേ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഇത് വളരെ ഹാപ്പി. അത് നല്ല സമ്പന്നനും നല്ല വലിയ വ്യവസായിയുമായി തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം 2800 ഭഗവത്ഗീതയും കൂടെ മേടിച്ചോണ്ടാണ് പോയത്. അപ്പോൾ അതായത് നമുക്ക് ഈ പുസ്തകങ്ങളുടെ മഹിമ അറിയണമെങ്കിൽ ഈ മഹിമ അറിഞ്ഞ ഭക്തന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കാം. അങ്ങനെയാണ് നമുക്കിതൊക്കെ അറിയാൻ പറ്റുന്നത് അല്ലേ. വെറുതെ മടക്കി വെച്ച പുസ്തകത്തിൽ നിന്ന് അതിനകത്ത് എന്താ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് പാൽപ്പായസം ഇഷ്ടമുള്ളവർ ഒന്ന് കൈവയ്ക്കുക. അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുള്ളവർ കൈവയ്ക്കുക. ഓ സൂപ്പർ. ഒരു സായിപ്പ് വന്നിരിക്കുകയാണ്, ആ സായിപ്പിനോട് നിങ്ങൾക്ക് പറയണം അമ്പലപ്പുഴ പാൽപ്പായസം എത്ര രുചികരമാണ്. നിങ്ങൾ എങ്ങനെ പറയും? ചോദ്യം. ആംഗ്യ ഭാഷ കൊണ്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ കുടിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആ രുചി കിട്ടോ? അതാണ് നമ്മൾ ഉടനെ ഒന്നും പറയരുത്. ഒരു ഗ്ലാസ്സിൽ കിടക്കട ഒഴിച്ചിട്ട് കുടിയെന്ന് പറയണം, അദ്ദേഹം കുടിക്കും. പിന്നെ നിങ്ങൾ ഒന്നും പറയണ്ട. എന്താ അതിന് മനസ്സിലായി? ശരിയല്ലേ? ഇതുപോലെയാണ് ഭഗവത്ഗീത. ഇതുപോലത്തെ ദിവ്യ ഗ്രന്ഥങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട, അങ്ങ് കൊടുത്താൽ മതി. അത് വായിക്കുന്ന ആളിന് എല്ലാം മനസ്സിലായി. ഇതാണ് അതിന്റെ സത്യം. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീല പ്രഭാകരന്റെ പുസ്തകം കൊടുക്കുക, അത് മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. അത് കുടിക്കുക, അവരത് ചെയ്തു. കുടിച്ചവനാരും തലതിരിഞ്ഞ് പോയിട്ടില്ല. തലതിരിഞ്ഞമാരെല്ലാം നന്നായിട്ടുണ്ട്. അതിന് ഉദാഹരണം ആരാണ്? അതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീല പ്രഭാകരന്റെ പുസ്തകം മിറാക്കിൾസ് കാണിക്കും. ഈ ഭൗതിക ലോകത്തില് വലിയ വലിയ കിടിലങ്ങളെ ശ്രീല പ്രഭാകരൻ ഭക്തരാക്കിയിട്ടുണ്ട്. കിടിലങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ ഭക്തരാക്കിയിട്ടുണ്ട്, താന്തോന്നികളെ ഭക്തരാക്കിയിട്ടുണ്ട്, തോന്നിയാസികളെ ഭക്തരാക്കിയിട്ടുണ്ട്, തർക്കുത്തരം പറയുന്നവരെ ഭക്തരാക്കിയിട്ടുണ്ട്. ഈ പ്രതികരിക്കുന്നവരെല്ലാം പ്രഭാതത്തിന്റെ ഭക്തർ. പ്രതികരിക്കാത്ത കുറെ എണ്ണമുണ്ട്. എവിടെയാണ്? അത് കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് ഒരു പ്രതികരണവും. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലല്ലേ അവരെ നമുക്ക് മാറ്റാൻ പറ്റും. ഒന്നും പറഞ്ഞു. ഞാൻ പറയുന്നത്, ഈ പുസ്തകങ്ങൾ നമ്മൾ കൊടുക്കണം. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, ചീത്ത വിളിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പറയട്ടെ. അപ്പൊ ഈ പ്രഭുപാദ പുസ്തകം അവിടെ വരട്ടെ. പുസ്തകം വായിച്ച് മാറിയ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഇഷ്ടംപോലെ കഥകൾ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിച്ച് മാറിയ ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞാൻ ഒന്നായിട്ട് 1-2 കഥകൾ പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നല്ല കുറേ ഒരു 10-25 കഥയൊക്കെ എഴുതിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അന്ന് ട്രാൻസ്ലേഷന് വേറൊരു ഡോട്ട് വന്നതുകൊണ്ട് അങ്ങോട്ട് കിട്ടോ. ശരി, ഞാനൊരേ ഒരു ശ്ലോകം പറഞ്ഞു. എൻ്റെ ഗുരുമഹാരാജ് എനിക്ക് എൻ്റെ പേര് കഥാമൃത കൃഷ്ണദാസ് എന്നൊരു പേര് നൽകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ലോകമാകമാനം കൃഷ്ണൻ്റെ ദിവ്യമായ കഥകൾ ലോകമാകമാനം പ്രചരിപ്പിക്കുന്ന നിന്നെ, സുഖദേവ ഗോസ്വാമിയെ പോലെ ലോകമാകമാനം കൃഷ്ണന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് സംഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമൃത തുല്യമായ
കൃഷ്ണന്റെ കഥകൾ ലോകമാകമാനം പ്രചരിക്കുന്നതിനെ കഥാമൃത കൃഷ്ണദാസൻ നാമകരണം ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മഹാരാജ് അത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാരാജ് തന്ന ശ്ലോകം, നിനക്കുള്ള ഉപദേശം ഞാൻ ശ്ലോക നമ്പറിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് 10:31:9 ശ്രീമദ് ഭാഗവതം 10:31:9 അതിൽ ഈ കഥാമൃതം എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഇവിടെ പറയുമെന്ന് ചോദിച്ചാൽ അത് ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ആ ശ്ലോകം ഞാൻ എല്ലാ ഭക്തന്മാരുടെ ശ്രദ്ധിക്കും. ഞാൻ പാടും. തപകഥാമൃതം തപ്തജീവനം കവിവിദീതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതം ഭൂരി ഭൂരിധജന. ഇത് ഗോപികമാരുടെ ഒരു ഗീതം. ഇതില് എന്താണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് വ്യക്തമായി പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഇതാണ്, ഭഗവാനെ കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കുകളാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാനെ കുറിച്ച് ഭക്തന്മാർ പറഞ്ഞ വാക്കുകളാണ് ശ്രീമദ് ഭാഗവതം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ഗോപികമാർ പറയുകയാണ്, അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതവും, അങ്ങയുടെ ആരുടെ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകളാകുന്ന അമൃതവും, അങ്ങയുടെ ദിവ്യ ലീലകളുടെ വിവരണങ്ങൾ. അതേതാണ്? അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതം ഏതാണ്? ഭഗവത്ഗീത. 2, അങ്ങയുടെ ദിവ്യ ലീലകളെ കുറിച്ചുള്ള വർണ്ണനകൾ. അതെന്താണ്? ശ്രീമദ് ഭാഗവതം. ആദ്യത്തേത് ഭഗവാൻ പറഞ്ഞത് ശ്രീമദ് ഭഗവത്ഗീത, രണ്ടാമത് ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള വർണ്ണനകൾ ഭക്തന്മാർ പറഞ്ഞത് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം ഇവ ഭൗതിക ലോകത്തിൽ പെട്ട് ഉയരുന്നവർക്ക് ജീവൻ നൽകുന്നവയാണ്. ഭൗതിക ലോകത്തിൽ വന്ന് കഷ്ടപ്പെടുന്നവർക്ക് പുതുജീവൻ നൽകുന്ന സാധനം എന്തെന്ന് ചോദിച്ചാൽ അത് രണ്ടെണ്ണമാണ്. എന്താണത്? അതൊന്ന് ഭഗവത്ഗീതയാണ്, ഭാഗവതമാണ്. ഇനി അടുത്തതോ, പണ്ഡിതരും ചിന്തകരും വർണ്ണിക്കുന്ന ഈ ചരിത്രങ്ങൾ. പണ്ഡിതരായിട്ടുള്ള ആൾക്കാരും ചിന്തകരായിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായി അവർ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളൂ? മറ്റുള്ളവർക്ക് ഗുണമുള്ള ഈ പറഞ്ഞ 2 ഗ്രന്ഥങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പൊ പണ്ഡിതരും ചിന്തകരും വർണ്ണിക്കുന്ന ഈ ചരിത്രങ്ങൾ, ഏത് ചരിത്രങ്ങൾ? ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം. ഇവ കേൾക്കുന്നവരുടെ പാപങ്ങൾ നശിപ്പിച്ച് അവർക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു. ഇവയെക്കുറിച്ച് ആരാണോ കേൾക്കുന്നത്, ഉടനെ അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ പാപങ്ങൾ ഇല്ലാതെയാകും. അവർക്ക് സർവമംഗളങ്ങളും അത് പ്രദാനം ചെയ്യും. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? കേട്ടാ മാത്രം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് നിയമമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അവനവൻ ചെയ്ത കർമ്മത്തിൻ ഫലം അവനവൻ അനുഭവിച്ചിരുന്നേ വരും. ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ള നിയമം, അല്ലേ? എന്നാൽ ഇവിടെ അത് വേണ്ട എന്ന് പറയും. പാപങ്ങൾ ചെയ്താലും അതിന് ഊരി വരാൻ പറ്റും. അതിനെന്ത് ചെയ്താൽ മതി? കൃഷ്ണന്റെ ദിവ്യ ലീലയെ കുറിച്ച് കേട്ടാൽ മതി, പാപം അനുഭവിക്കേണ്ടി വരില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് പറ്റിയ പരിപാടി. അല്ലെങ്കിൽ പാപം അനുഭവിക്കേണ്ടി വരും. ഇതാകുമ്പോ പാപം അനുഭവിക്കേണ്ട, വിടാതെ കേട്ടോണ്ടിരുന്ന രക്ഷപ്പെടും. ആ പാപം അനുഭവിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ പണ്ഡിതരും ചിന്തകരും വർണ്ണിക്കുന്ന ഈ ചരിത്രങ്ങൾ കേൾക്കുന്നവരുടെ പാപങ്ങൾ കേട്ടാൽ മാത്രം മതി, പാപങ്ങൾ നശിപ്പിക്കും. അവർക്ക് പാപങ്ങൾ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് സർവമംഗളങ്ങളും കിട്ടും. പാപമില്ലാതെ എന്ന് മാത്രമല്ല, കുറച്ച് ഇങ്ങോട്ടും കൂടെ കിട്ടും. എന്താ? സർവമംഗളവും കിട്ടും. പിന്നെ എന്തുകൊണ്ട് കേട്ടോടാം? കേട്ടോണ്ടിരുന്നാ പോയി. അത് കൊള്ളാൻ തോന്നും. അപ്പൊ എനിക്ക് പറ്റുന്ന പരിപാടിയാണ് എനിക്ക് മനസ്സിലായി. ആത്മീയ ശക്തി നിറഞ്ഞ ഈ കഥകൾ ലോകമെങ്ങും പരക്കുന്നു. അങ്ങനെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് ഏറ്റവും ഉദാരമതികൾ. മനസ്സിലായോ? ഋഷീശ്വരന്മാർ ഈ പരിപാടി ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ബുദ്ധിമാന്മാർ ഈ പരിപാടി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദാനശീലർ ആരെന്നാണ് ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആരാണ്? ഈ ദിവ്യമായ കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നവരാണ് ഏറ്റവും ദാനശീലർ. ആത്മശക്തി നിറഞ്ഞ ഈ കഥകൾ ലോകമാകമാനം പ്രചരിപ്പിക്കാൻ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഏറ്റവും ഉദാരമതികളാണ്. ആരാണ്? ഏറ്റവും കരുണ നിറഞ്ഞവരാണ്. ഇതല്ലേ ഇസ്കോൺ ഡോട്ടീസ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കി. ഈ ഭഗവത്ഗീതയിൽ അവർ കൊണ്ടു നടക്കുന്നത്, ഈ ഭാഗവതം എല്ലാവരുടെയും എത്തിക്കാൻ നോക്കുന്നത്, അല്ലേ? അപ്പൊ അവരെല്ലാം ഏത് ഗണത്തിൽപ്പെടും? ഈ പറഞ്ഞ ഈ ശ്ലോകത്തിന്റെ കരുതലുകളിൽ. മനസ്സിലായി? ഇതല്ലേ ഇന്നത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ ഇതുപോലെ ഇഷ്ടമുള്ള ആൾ വേറെ ഇല്ല, ഇനി ഉണ്ടാവാൻ പോകുന്നു.
ഭഗവാന്റെ ദിവ്യമായ ലീലകളെ കുറിച്ച്, ഭഗവാന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ആളിനെ കുറിച്ച് ഭഗവാന് നല്ല മതിപ്പാണ്. അവരെ വളരെ ഇഷ്ടമാണ്. അവരെക്കാളും ഇഷ്ടമുള്ള ആൾ ഈ ലോകത്ത് ഇനി വരാനേ പോണില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടോ? ചോദ്യം. നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടോ? ശരി, നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നടക്കാൻ തോന്നില്ലേ? സ്വാഭാവികമല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളിനോട് നമുക്കൊരാളെ ഇഷ്ടമാണ്. അപ്പൊ അയാൾക്ക് നമ്മളിൽ നിന്ന് എന്ത് വേണമെന്ന് നമ്മൾ ചിന്തിച്ച് അതുപോലെ പ്രവർത്തിക്കോ ഇല്ലയോ? ആന കളിക്കുന്നതാണ് മകൾക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ 4 കാലിൽ നിൽക്കില്ലേ? അപ്പോ നമുക്ക് ഇഷ്ടമുള്ള ആളിന് ഇഷ്ടമുള്ളത് കണ്ടുപിടിച്ച് ചെയ്യാൻ നമ്മൾ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ആൾ ഭഗവാൻ കൃഷ്ണനാണ്, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം എന്തെന്ന് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ ശ്രീമദ് ഭാഗവത ഭഗവതി അധ്യാത്മികങ്ങളെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുടെ സേവനം സുരക്ഷിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഇത് ചെയ്താൽ ഭഗവാന്റെ അടുത്ത് തിരിച്ചു വരുന്ന ഗ്യാരണ്ടി കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിഭൂഷി ചെയ്യുന്നവർ ഭഗവാന്റെ അടുത്ത് തിരിച്ചാണ്. അതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു വൃത്തിനേക്കാൾ എനിക്ക് പ്രിയങ്കരനായി ലോകത്ത് വേറൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. അപ്പൊ മെറിറ്റില് ആര് കയറി കഴിഞ്ഞു കേട്ടോ? അപ്പൊ നമുക്ക് ദാസനാവാം, ഇവരുടെ സഹായിച്ചു കൊടുത്താൽ മതി, അല്ലേ? അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അറിയാമോ? നമ്മൾ മെയിൻ സ്ട്രീമിൽ നിൽക്കണ്ട, ബാക്കിൽ നിന്നാ മതി. കൊരങ്ങനായി നിന്നാ മതി, രാക്ഷസനായി നിന്നാ മതി, നല്ല ആളായി നിൽക്കണ്ട. അങ്ങനെ ഒരു ഉദാഹരണമുണ്ട്. ഏതാണത്? പറയൂ. രാമായണത്തിൽ അങ്ങനെ ഒരു കഥ. എന്താണ്? രാമായണത്തില് വിഭീഷണൻ രാമനെ, അല്ലെ, ശരണാഗതിക്ക് വന്നു, അല്ലെ? കൂടെ 2 ആൾക്കാരും കൂടെ വന്നു. ആരാണത്? നല്ല കാണാൻ ചന്തമുള്ള ആൾക്കാരാണോ വന്നത്? അല്ല, രാക്ഷസന്മാരാണ്. ടീമായി ഞാൻ രാമനെ ശരണം പ്രാപിക്കാൻ പോകുന്നു, വരുന്നെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ 2 പേരും കൂടെ വന്നു. അപ്പൊ അവിടെ ചർച്ച നടന്നത് വിഭീഷണനെ കുറിച്ച് മാത്രമാണ്. കൂടെ വന്നവരുടെ ക്വാളിറ്റി അവിടെ ചർച്ച കേട്ടില്ല, ആരും പോലും ചർച്ച ചെയ്തു. ശരി, രാമൻ വരാൻ പറഞ്ഞപ്പോ ഒരാൾ മാത്രമാണോ പോയത്? ഇല്ല, വിഭീഷണന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ വന്നവരും കൂടെ പോയി. അതുപോലെ പ്രഭു ഈ ബുഗിഡിമിഷൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൂടെ നമ്മളും കൂടെ കൂടുക. ഇദ്ദേഹം കൂടെ പോകുമ്പോൾ നമുക്കും കൂടെ വാതിലൊക്കെ തുറന്നു കിട്ടും. കൂടെ വന്നവരാരും ചോദിക്കത്തുമില്ല. നമുക്കും കൂടെ പോവാം. ചക്രാത്തിലൊരു വൈകുണ്ഠ യാത്ര, അങ്ങനെ കേട്ടിട്ടില്ല? നമുക്ക് പോവാം. പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ദയവായി പറഞ്ഞത് ചില പ്രഭാതന്റെ പുസ്തകത്തിനെ നമ്മൾ വായിച്ചില്ലെങ്കിലും ഡെയിലി ഒന്ന് തൊട്ട് തലയിലൊക്കെ ഒന്ന് തേച്ചിട്ട് പോകണം. അതൊരു കറണ്ട് അടിക്കുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളൊക്കെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശക്തി അതിന് ഉണ്ട് തന്നെ. അതുകൊണ്ട് മിനിമം നമ്മളെ വാങ്ങിച്ച് വീട്ടിനകത്ത് അടുക്കുക. എല്ലാ ആഴ്ചയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു കെട്ടിയൊക്കെ പിടിച്ച് തലയിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ നമ്മൾ എന്തൊക്കെ ചെയ്യും അതേപോലെ ഈ പുസ്തകത്തിൽ നമ്മൾ പ്രണയിക്കണം, കെട്ടിപ്പിടിക്കണം. പണം വരാൻ ഏറ്റവും എളുപ്പമായി എന്താ പറയും? ഇടയിൽ പറയാറ് ഒരു ലെക്ചറിൽ ഞാൻ കേട്ടതാണ്. പണം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് സ്നേഹിക്കണം, കെട്ടിപ്പിടിക്കണം, മണപ്പിക്കണം, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ദാരിദ്ര്യവാസിയായി ജീവിക്കേണ്ടി വന്നു. പിന്നെ എന്താ പറട്ടെ, അല്ലെങ്കിൽ പറഞ്ഞല്ലേ ഒന്ന് കെട്ടിപ്പിടിക്കാം, തലയിൽ വെക്കാം, മണപ്പിക്കാം എന്നൊക്കെ ചെയ്തപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, പൈസ വരാൻ തുടങ്ങി. എങ്ങനെ വന്നെന്ന് അറിഞ്ഞില്ല, വരാൻ തുടങ്ങി. അതുപോലെ ഞാൻ പറയാണ്, ഇതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ, തലയിൽ വെച്ചോളൂ, മണപ്പിച്ചോളൂ. ഭക്തി ഒരു സംശയമുണ്ടോ? പ്രഭാന്റെ പുസ്തകം ഇങ്ങനെ മണപ്പിക്കണം, കെട്ടിപ്പിടിക്കണം, തുറന്നു നോക്കണം, കണ്ണിന് തൊടണം, തലയിൽ വെക്കണം. നിങ്ങൾ അത്ഭുതമായിട്ട് നിങ്ങൾക്ക് ഇല്ലാത്ത ശീലങ്ങളെല്ലാം വരും. വായനാശീലം വരും, പുസ്തകത്തിനുള്ള പ്രണയം വരും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പറയുമ്പോൾ ഉടനെ നിങ്ങളുടെ തലയിൽ എന്തോ ഓർമ്മ വരും. പ്രഭാന്റെ പുസ്തകം കൊടുക്കണം. കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നവർ കൈപ്പിടിച്ചോളൂ. കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് പ്രഭാന്റെ പുസ്തകം കൊടുത്തവർ കൈപ്പിടിച്ചോളൂ. ഉണ്ടോ? ഉണ്ടല്ലോ. സൂപ്പർ. ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു, പേര് അഡ്രസ് ഒന്നും എഴുതിയില്ല. കറക്റ്റ് അയാൾ വിളിച്ച് പറഞ്ഞു, നിങ്ങളല്ലേ തന്നെ ചോദിച്ചു. അതാ ഈ പുസ്തകം ഭക്തന്മാർ കൊടുത്താൽ അവർ കറക്റ്റാ മനസ്സിലാക്കും. പേര് അഡ്രസ് ഒന്നും എഴുതണ്ട, ഇതാരെ തരത്തുള്ളൂ, ഇന്നാര് തന്നെ. അതാ അപ്പൊ ഭക്തന്മാരുടെ ആ ഒരു ഐഡന്റിറ്റി ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, എന്തിനാണ് വെറുതെ ഒരു വായിക്ക് കൊള്ളാത്ത കപ്പും സാസം വാങ്ങിച്ച് അലമാരയിൽ വെച്ച് വേറെ വല്ലവരുടെ പ്രോഗ്രാം അതിൽ മാറ്റി, അല്ലേ? ശരിയല്ലേ? ആർക്കെങ്കിലും ആ കപ്പ് ചായ കുടിക്കാനുള്ള ഭാഗം കിട്ടിയിട്ടുണ്ടോ?
ഇതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേ കുറേ വീടുകളുണ്ട്. ആരാ കപ്പിൽ ചായ കുടിക്കത്തുമില്ല, പോയിക്കൊണ്ടിരിക്കും. അത് ആ പരിപാടി നമുക്ക് വേണ്ട. നമ്മൾ പ്രൊവാന് പുസ്തകങ്ങൾ കൊടുക്കാം, നല്ല പാക്കേജ്. 300 രൂപകളാണെങ്കിൽ ഭഗവതിന് കൊടുക്കാം. 12,000 കൊടുക്കണമെങ്കിൽ ഭാഗവതം നല്ല ചുമന്ന് കൊണ്ടുപോയി കൊടുക്കാം. തൂക്കുമ്പോൾ നല്ല വെയിറ്റും ഉണ്ട് ഇല്ലേ? നല്ല വെയിറ്റില്ലേ ഭാഗവതത്തിന്? അതാ. അപ്പൊ നിങ്ങൾക്ക് 10,000-ന് മുകളിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്തുണ്ട്? ഭാഗവതം. നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ വെറുതെ വാചകം അടിക്കുമ്പോൾ മാത്രം ഇത് പ്രവൃത്തിയിൽ നേരെ ചുമരിൽ ആർക്കും വേണ്ടത് കുറെ ഫോട്ടോകൾ, കപ്പസാസം ഇതൊന്നും മേടിക്കരുത്. അവർക്ക് മതിയാക്കണം. എന്നിട്ട് പ്രഭുവാന്റെ പുസ്തകം വാങ്ങിച്ച് അറ്റ്ലീസ്റ്റ് കൃഷ്ണന്റെ ഫോട്ടോ കൊടുക്കാം അല്ലേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഭക്തന്മാര് മൊത്തത്തിൽ മാറണം. പ്രഭുവാനെ സ്നേഹിക്കണം, പ്രഭുവാന്റെ പുസ്തകങ്ങളെ സ്നേഹിക്കണം, പ്രണയിക്കണം. ആ പുസ്തകമൊക്കെ പാക്ക് ചെയ്ത് 4 പേർക്ക് കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. നിങ്ങൾ എത്രയോ പേർക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു, എന്തൊക്കെ കൊടുത്തിരിക്കുന്നു? പ്രഭുവാന്റെ പുസ്തകം കൊടുത്തൂടെ? കൊടുക്കണം. പ്രഭുവാന്റെ പുസ്തകം ഗിഫ്റ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് മറ്റു പൈസ മേടിക്കണം അല്ലേ? ആദ്യം ഗിഫ്റ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് പറയണം പൈസ തന്നാ പൈസ കൊടുത്ത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് പണം മേടിക്കുന്നു ചോദിച്ചാല്, ജ്യോതിഷങ്ങൾക്ക് പോയിട്ട് 1 രൂപ എന്ത് ചോദിക്കവര് ദക്ഷിണ തന്നാലേ എന്ത് അതിന്റെ ഫലം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പേടിച്ചു പോകും, ഉടനെ പൈസ തരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രഭുവാന്റെ പുസ്തകം എല്ലാവർക്കും കൊടുക്കണം. ഈ പുസ്തകങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് മാറ്റും. നമ്മൾ കൊടുക്കുന്ന ഒരാൾക്കാണ് ചക്കിന് വച്ചത് കൊക്കിന് കൊള്ളും. അത് ഇന്ന് വായിക്കുന്നത് വേറെ വല്ലൊരു ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്നത്തേക്ക് നമ്മൾ പെട്ടെന്ന് മതിയാക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ശ്രീമദ് ഭാഗവതം മൊത്തത്തിൽ വാങ്ങിക്കാൻ 12,000 രൂപ ചിലവുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാൻ പറ്റും. ഒരു മാസം 1000 രൂപ വെച്ച് 12 മാസം കൊണ്ട് നമുക്ക് ഭാഗവതം മൊത്തം വായിച്ച് തീർക്കാനുള്ള സമയം കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഈ മാസം 1000 രൂപ വെച്ച് കൊടുത്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഭാഗവതം ഉള്ളവരൊന്ന് കൈപ്പൊക്കാമോ? ഭാഗവതം കയ്യിലുണ്ട്? ഭാഗവതം കയ്യിലുണ്ടോ? ഭാഗവതം കയ്യിലുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഭാഗവതം കയ്യിലില്ല എന്നുള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. സത്യസന്ധമായി പറയൂ. ഓക്കെ, ഒന്ന് കൈ മാത്രമേ കൊണ്ടുള്ള ആളെ കണ്ടില്ല. നോക്കട്ടെ. ബാക്കി എല്ലാവർക്കും ഭാഗവതം ഉണ്ടോ? ഭാഗവതം കയ്യിലില്ല എന്ന് പറയുമ്പോൾ കൈ പൊക്കാത്തവരും, ഭാഗവതം കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴും കൈ പൊക്കാത്തവരുമായിട്ടുള്ള ആൾക്കാരൊന്നും കൈ പൊക്കിക്കുകയും ഒരു ഗണത്തിൽ കൂടാത്ത ആൾക്കാർ. ഓക്കെ, നമ്മൾ മിനിമം സത്യസന്ധരാവണം. നമുക്ക് ഭാഗവതം വേണമെന്ന് ആഗ്രഹിക്കണം. നമുക്ക് സമയമില്ല, പക്ഷെ സമയം ഭഗവാൻ തരണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഭഗവാൻ സമയം തരും. ഇത്രയും വലിയ ഭാഗവതം എനിക്ക് മരിക്കുമ്പോൾ വായിച്ചു തീർക്കാൻ പറ്റുമോ? പറ്റണേന്ന് ആദ്യം പ്രാർത്ഥിക്കണം, അപ്പോൾ പറ്റും. അപ്പോൾ നമ്മൾ ഡെയിലി കുറച്ച് ഭാഗവതം വായിച്ച് ഒത്ത ഭാഗവതം വായിച്ച് തീർക്കുമ്പോൾ പുനർജന്മം ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ മിനിമം മനുഷ്യനല്ലെങ്കിൽ നമ്മൾ ജന്മം. മനസ്സിലായോ? ഭാഗവതം വായിച്ചിട്ട് മരിച്ചാൽ അടുത്ത ജന്മം എന്തല്ല, മൃഗമല്ല. അത് ഉറപ്പാണ്. നമ്മൾ മിനിമം അതെങ്കിലും ഉറപ്പ് വരുത്തിയിട്ട് മരിക്കേണ്ടത്. വലിയ ഭക്തനൊന്നും ആവണ്ട, മിനിമം മൃഗമല്ലാതെ ഒരു അർത്ഥം കൂടെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് മരിക്കേണ്ടത്. അതിന് ആകെ ചെയ്തത് എന്താണ്? ഒരു റൗണ്ട് ശ്രീമദ് ഭാഗവതം വായിച്ചിട്ട് മരിക്കും. അതിന് ആദ്യം നമുക്ക് എന്ത് വേണം? വീട്ടിലൊരു ഭാഗം. എന്താ? വീട്ടിലൊരു മൊബൈൽ ഫോൺ. പറയും, അതൊക്കെ ഉണ്ട് അല്ലെ? വീട്ടിലൊരു TV അല്ലേ? അതെന്തായാലും ഉണ്ട്. വീട്ടിലൊരു വാഷിംഗ് മെഷീൻ അതുണ്ട് അല്ലേ? വീട്ടിലൊരു ഫാൻ ഉണ്ട്. വേറെന്താ ഉള്ളത്? വീട്ടിലൊരു ഷോഫ ഉണ്ട്, വീട്ടിലൊരു ബൈക്ക് ഉണ്ട്, വീട്ടിലൊരു കാറുണ്ട്, ഒരു വീട് തന്നെ ഉണ്ട്. വീട്ടിലൊരു മൊബൈൽ ഫോൺ, എല്ലാ സകല സാധനമുണ്ട്. ഒന്ന് മാത്രം ഇല്ല. ഏതാണ്? ഒന്ന് മാത്രം നമ്മളത് വാങ്ങിക്കണം. ഒരു വീട്ടിൽ ഒരു ഭാഗവതമാണോ? ഒരാൾക്ക് ഒരു ഭാഗവതമാണോ? കുറച്ച് കടന്നുപോയി എന്നാലും പറയും. ബൈബിൾ ഒരു വീട്ടിലൊന്നാണോ? ഒരാൾക്കൊന്നാണോ? ഖുർആൻ ഒരു വീട്ടിലൊന്നാണോ? ഒരു ആൾക്കൊന്നാണോ? പറയൂ. അതെല്ലാം ഒരാൾക്കൊന്നാണ്. ഭാഗവതം ഒരു നാട്ടിലാണോ? അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഒന്ന് ആക്കണ്ടേ നമുക്ക്, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ദയവായി വീട്ടിൽ ഒരു ഭാഗവതം മസ്റ്റ്. ഏറ്റവും വലിയ സന്തോഷ വാർത്ത, വീട്ടിലൊരു ഭാഗവതം ഉണ്ടായിരുന്നു. വായിച്ച് അതിൻ്റെ ഉടുപ്പ് എല്ലാം കീറി. അവസാനം വൈഫ് ഐശ്വര്യ ദേവദാസി ഭാഗവതം എനിക്ക് സ്വന്തമായിട്ടൊന്ന് വേണം, നിങ്ങൾ വായിച്ച് അതിനെ വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് എന്നോട് ചോദിച്ച ഏറ്റവും നല്ല ഗിഫ്റ്റിലൊന്നെന്ന് ചോദിച്ചാൽ ഭാഗവതം. അത് ഞാൻ ശിരസ വായിക്കുന്നു.
ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ നല്ല ഗിഫ്റ്റുകൾ വാങ്ങിക്കാൻ പഠിക്കണം, നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാൻ പഠിക്കണം. ശ്രീമദ് ഭാഗവതത്തിനെ പ്രണയിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് പ്രണയിച്ചാൽ അങ്ങോട്ട് ഭഗവാൻ. ശ്രീമദ് ഭാഗവത കൃഷ്ണൻ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് നേരത്തെ വിജയ് പറയും കൃഷ്ണനെ തലയിൽ ചുമക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, ഇത് നമുക്ക് ഭാഗവതത്തിന് ചുമക്കാം. കഴിഞ്ഞ പ്രാവശ്യം പ്രഭുവിന്റെ തലയിലല്ലേ ഭാഗവതമൊക്കെ എടുത്ത് നന്നായി. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൃഷ്ണനോട് ഏറ്റവും കൂടുതൽ പ്രണയത്തിലാണ് ഏറ്റവും എളുപ്പം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭക്തി പ്രാക്ടീസ് എന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി ഭാഗവതം തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് വാങ്ങും. എൻ്റെ ഗുരു മഹാരാജ് അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മഹാരാജ് ലണ്ടനിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഭക്തി പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഭാഗവതം വായിക്കണമെന്ന് പ്രഭുപാദ് പറഞ്ഞു, പഠിക്കണം, പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ശിരസ വഹിച്ചു. അദ്ദേഹം ഡെയിലി രാവിലെ ഭാഗവതം മംഗളാചാര്യൻ്റെയും ഒത്തിരി നാമജപിക്കും, പ്രസാദം കഴിക്കും. ഒരൊറ്റ ഇരിപ്പ്, ഒരു തൂണിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇരിപ്പാണ് ഇരുന്ന് ഭാഗവതം ഓരോ പേജ് നോട്ട് എഴുതി പഠിക്കും. കേൾക്കുന്നുണ്ടോ? അങ്ങനെ എത്ര വർഷം പഠിച്ചെന്നറിയാം? 7 വർഷം സെയിമായി ഡെയിലി ഭാഗവതം വൈകുന്നേരം വരെ രാത്രി വരെ കുട്ടിയിരിക്കും. 7 വർഷം. അപ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് വെളിയിലൊക്കെ അവിടെ ടൂറൊക്കെ പോകും. തിരിച്ച് വീണ്ടും വന്ന് വീണ്ടും ഒരു ഭാഗവതം പഠിക്കും. എത്ര വർഷം കൂടെ പഠിച്ചെന്നറിയാം? വീണ്ടും ഒരു 7 വർഷം. റൊട്ടീൻ മാറിയിട്ടില്ല. രാവിലെ മംഗളാരതി, ജപം, പ്രസാദം, ഭാഗവത വായന, പിന്നെ രാത്രി അർദ്ധരാത്രി വരെ അത് മാത്രം ടെമ്പിളിൽ തന്നെ ഒരു കാല് വയറിനോട് അധികം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ തൂണിന്റെ താഴെ 14 വർഷം ശ്രീമദ് ഭാഗവതം പഠിച്ചു. അതേ പറയുന്ന വാക്കിലാണ് സിറ്റിംഗ് എലോൺ വിത്ത് ഭാഗവതം. പറയൂ, ഒറ്റയ്ക്കിരിക്കൂ ഭാഗവതത്തിന്റെ കൂടെ, ഒറ്റയ്ക്കിരിക്കൂ ഭാഗവതത്തിന്റെ കൂടെ. അങ്ങനെ പറയാൻ യോഗ്യനായ വ്യക്തിയാണ്. ഒറ്റയ്ക്ക് അദ്ദേഹം 14 വർഷം ആ ഭാഗവതത്തിന്റെ കൂടെ കൊണ്ട് ആയിരുന്നു. ഒറ്റയ്ക്കല്ല, ആ പറഞ്ഞ വർണ്ണ ആൾക്കാരെല്ലാം വന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഒരു ശ്രദ്ധയില്ല, വിടാതെ ഭാവം നടത്തി. അപ്പൊ അത്രയ്ക്ക് ഒരു പ്രണയം ആർക്കുണ്ടായിരുന്നു? എൻ്റെ ഗുരുമാരാജിന്റെ ഭാവത്തിൽ. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ ആ തൂണിനൊരു പേര്, രാധാ ലണ്ടനേശ്വർ ക്ഷേത്രത്തില് ഒരു തൂണുണ്ട്. ആ തൂണിന്റെ പേര് ഗുരുമാരാജിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മഹാവിഷ്ണു ഗോസ്വാമി തൂൺ. എൻ്റെ ഒരു ആഗ്രഹമാണ് അവിടെ പോയി അതിനൊന്ന് കെട്ടിപ്പിടിക്കണം. നമുക്ക് ഭാഗം വായിക്കാൻ പറ്റിയെങ്കിലും അങ്ങനെ പറ്റിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നത്. ആ തൂണിലൊന്നെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കാൻ തമാശ പറഞ്ഞു. കാരണം ഭാഗവതത്തിന് അത്രയും സീരിയസ് ആയിട്ട് എടുത്തൊരു വ്യക്തിത്വമാണ്. ഇത് ആചരിച്ച് കാണിച്ചതാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെ ഭാഗവതം പഠിക്കണം. നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ ഭാഗവതം പഠിക്കാൻ തോന്നാറുണ്ട്. പതുക്കെ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ കഴിയട്ടെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഭാഗവതവുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹരി ബോ. താങ്ക് യു മാജി, വളരെ സന്തോഷം. കേട്ടാ, സീരിയസ് ആയിട്ട് ഒരുപാട് ഭക്തന്മാരുണ്ട്. നല്ല വണ്ണം അല്ലേ കുത്തി ഇരുന്ന് നോട്ട് ചെയ്ത് പഠിച്ച ഒരുപാട്. മാതാജി പണ്ടേ മാതാജി നല്ല താല്പര്യമുള്ള നമ്മൾ നല്ലൊരു റിസർച്ച് ചെയ്യണം. മാതാജി 10 മുതൽ 15 എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന് ഭാഗവതം വായിക്കും. ശരിയാ. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കുറച്ചൊക്കെ ഭൗതിക ഡിഗ്രി ഭഗവാന്റെ കൃപയിൽ എടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഡിഗ്രിയിലേക്ക് പ്രാന്തളവിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭക്തൻ എന്നോട് ഉപദേശിച്ചു, എടാ മടയാ, ഇനിയും നീ എന്തോന്ന് പഠിക്കുന്നു, ഭാഗവതം പഠിച്ചോ? ഞാൻ ഇല്ല, ഇനി അതെപ്പോൾ പഠിക്കാൻ പോകും, മറ്റുള്ള കോഴ്സൊക്കെ വച്ച് മതിയാക്കിയിട്ട് ഇനി ഏതിലേക്ക് പൊയ്ക്കോളാം, ഭാഗവതത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് ഉപദേശിച്ചു. അന്ന് നിർത്തി. പുതിയ ഡിഗ്രി ഒന്നും വേണ്ട, സർട്ടിഫിക്കറ്റ് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? മരിച്ചിട്ട് ജനിച്ചാൽ വട്ടപൂജയത്തിൽ നിന്ന് വീണ്ടും തുടങ്ങണം. ശ്രീമദ് ഭാഗവതം മരിച്ചിട്ട് ജനിച്ചാൽ ഏത് പേജിലാണോ ഈ ലൈൻ വെച്ചിരിക്കുന്നത് അത് മുതൽ നെക്സ്റ്റ് വായിച്ചാൽ മതി. കേൾക്കുന്നുണ്ടോ? ചെറിയ കാലാണോ? അല്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പെടുത്ത് നമ്മുടെ ഈ അറിവ് നമ്മളെ അനുഗമിക്കും. നമ്മൾ അതിനകത്ത് ഇറങ്ങി ചെന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഒരു പ്രാവശ്യം തൊട്ടിട്ട് പോലും ഇല്ല, വീട്ടിൽ വാങ്ങിയിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യും? അതുകൊണ്ട് ദയവായി പറയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ഭാഷ ഏതായിക്കോട്ടെ, ഒരു ഭാഗവതം വീട്ടിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഇസ്കോൺ ടൂർണമെന്റിന്റെ ഭാഗമായി എല്ലാ ഭക്തജനങ്ങൾക്കും EMI പറയും. ഫ്രിഡ്ജ് മേടിക്കുന്ന EMI ആവാം അല്ലേ, മൊബൈൽ ഫോൺ മേടിക്കുന്ന EMI ആവാം അല്ലേ, എങ്കിൽ പിന്നെ ഭാഗവതത്തിന് എന്തുകൊണ്ട് EMI ആയിക്കോളാം. നമ്മുടെ EMI ആയിട്ട് എന്തുകൊണ്ട് തരുന്നുണ്ട്? ഭാഗവതം കൊണ്ട് തരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രിയപ്പെട്ട ഗിരിരാജിനോട് കോൺടാക്ട് ചെയ്യുക. എല്ലാ സൗഭാഗ്യം ഭാഗവതം അനുഗ്രഹിക്കട്ടെ. ശ്രീമദ് ഭാഗവതം നമ്മുടെ എല്ലാ ജീവിതത്തിൽ സെൻട്രൽ പോയിന്റായിട്ട് വർക്ക്. ഹരേ കൃഷ്ണ. താങ്ക് യു.
ഇതെന്തെങ്കിലും പോയിന്റ്സോ തമാശകളോ കമൻസോ സ്വീകാര്യ? ഹരേ കൃഷ്ണ. നമ്മുടെ പ്രിയപ്പെട്ട ഗിരിരാജ് പ്രഭു നല്ലൊരു കമന്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ദയവായി ശ്രമിച്ചാൽ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ താങ്ക് യു സോ മച്ച് പ്രഭു. വളരെ നല്ല രീതിയിൽ നമുക്ക് ശ്രീമദ് ഭാഗവത്തെ കുറിച്ചും പുസ്തകത്തെ കുറിച്ചും പ്രഭുയുടെ അഭിപ്രായങ്ങളും പ്രഭുയുടെ എക്സ്പീരിയൻസും പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഭുവിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് 3 പ്രാവശ്യം നാമം ജപിച്ചോളാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പോൾ പ്രഭാഷണം എടുത്തതാണ്. ഞാൻ 2-3 ക്ലാസ് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു മാതാജി പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇവിടെ എല്ലാവരും ഭക്തന്മാർ വന്നിട്ടുണ്ട്. എത്ര ഭക്തന്മാർ വീട്ടില 5 പവനക്ക് സ്വർണം കൂടുതലായിട്ടുണ്ട് എന്ന് കൈപോക്കാൻ സത്യസന്ധമായിട്ട് 5 പവന് കൂടുതൽ സ്വർണ്ണമുള്ള ആൾക്കാർ, 1 പവൻ 50 പവൻ കൂടുതൽ ആൾക്കാർ ആളുകളുണ്ട്. ഓക്കെ, എല്ലാം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഈ സ്വർണം മേടിച്ച് ഒന്ന് ബാങ്കിൽ വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അലമാരയ്ക്കകത്ത് വയ്ക്കും. ആലോചിച്ച് നോക്കിയാൽ വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കല്യാണം വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കവറിങ്ങാനായിട്ട് പോകുന്നത് അപ്പോഴും കൊടുത്തെടുക്കത്തില്ല. എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് അലമാരയ്ക്കകത്ത് അടച്ചേക്കാനായിട്ട് കുറേ സ്വർണം ചേക്കാറുണ്ട്. നമ്മൾ ആദ്യം അഥവാ കൂടിപ്പോയാൽ ലൈഫിൽ വളരെ ചുരുക്കം പ്രാവശ്യം മാത്രമേ അത് എടുത്തുള്ളൂ, ഉപയോഗിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഇത്രയും ആഗ്രഹം കൊണ്ട് സ്വർണം മേടിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ സ്വർണം വെച്ചാൽ ശ്രീമദ് ഭാഗവതമാണ്. ചൈതന്യ മഹാപ്രഭുവാണ് യഥാർത്ഥ സ്വർണം. സ്വർണത്തിന്റെ ഇനിയൊരു പേരെന്താണ്? ഗൗരംഗ. ഓക്കെ, ചൈതന്യ മഹാപ്രഭുയുടെ സ്വർണ്ണ നിറമാണ് ഗൗരംഗാണ്. യഥാർത്ഥ സ്വർണം വെച്ചാൽ ശ്രീ ശ്രീ നിതായ ഗൗരവസുന്ദർ മഹാപ്രഭുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഭാഗവതം പ്രഭു പറഞ്ഞതുപോലെ വീട്ടിൽ ഒരു ഭാഗവതം വേണം. നേരത്തെ പ്രഭു ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു തേൻ കുപ്പിയാണ്. ഈ തേൻ കുപ്പി ഈ പ്രഭു ഇവിടെ വെച്ചിട്ട് ഈ തേൻ കുപ്പി മധുരമാണ്, ഭയങ്കര നമ്മൾ ടേസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ പറഞ്ഞാലും അത് ഓപ്പൺ ചെയ്ത് കുടിക്കുമ്പോൾ മാത്രമേ ആ തേനിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവൂ. അതുപോലെ തന്നെ ഭാഗവതം ഭഗവത്ഗീതയും തീർച്ചയായിട്ടും ഈ ബുക്സൊക്കെ വായിക്കുമ്പോൾ മാത്രമേ നമുക്കും ഭഗവാനും തമ്മിലുള്ള ഒരുപാട് ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ ഭക്തന്മാരും ഇനി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ പ്രോഗ്രാം ആണെങ്കിലും മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് പ്രോഗ്രാം ആയാലും മസ്റ്റായിട്ട് എല്ലാവരും ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭഗവത്ഗീത ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഒരുപാട് ഈ നാട്ടിൽ നല്ലതായിട്ട് ഉണ്ടായിരിക്കും. ഇനി അടുത്തുള്ള ജനറേഷനിലേക്ക് വളരെ അത്യാവശ്യമാണ് ശ്രീമദ് ഭഗവത്ഗീത ഭാഗവതമാണ്. നമ്മൾ മാതാപിതാ ഗുരുദേവൻ പറയാറുണ്ട്. ഇതിൽ അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അച്ഛൻ ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കണം. ഇപ്പോഴുള്ള ജനറേഷൻ സ്കൂളിൽ പോയിട്ടും കോളേജിൽ പോയിട്ടും അവർ ചീത്ത സ്വഭാവങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും, കാരണം ടീച്ചേഴ്സിന് അറിയത്തില്ല ഇവർക്ക് എങ്ങനെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട്. നമ്മളും ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് കുഞ്ഞുനാൾ തൊട്ട് 5 വയസ്സ് തൊട്ട് മസ്റ്റായിട്ട് ഭഗവത്ഗീത ഭാഗം വായിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്കും ഭഗവാനും തമ്മിലുള്ള ഒരുപാട് ബന്ധമുണ്ടാകും. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് ഒരു 2 വാക്ക് സത്പുജ പ്രഭു ഹരേ കൃഷ്ണ പ്രഭു സംസാരിക്കും. കഥാപ്രഭുവിൻ്റെ വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു തന്നു. ശ്രീല പ്രഭുപാദിന് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അത്. നമ്മൾ ഇത്രയും നേരം നമ്മളെല്ലാം ഇത് ഈ ക്ലാസ്സിൽ പിടിച്ചിരുത്തി അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്ന പ്രഭു തീർച്ചയായിട്ടും അഭിനന്ദനം അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രഭുവിന് ഒരു ഹരേ കൃഷ്ണ പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പ്രഭു പറഞ്ഞു ശ്രീല പ്രഭുപാദിന്റെ പുസ്തകങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ആ
പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുസ്തകങ്ങൾ ഓരോ വരികൾ വായിക്കുമ്പോഴത്തേന് ഓരോ വർഷം വായിച്ച അനുഭവമല്ല അടുത്ത വർഷം കിട്ടുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഇടപഴകുമ്പോൾ അതിന് ഒരു പുതുമയുണ്ട്, അല്ലെങ്കിൽ അതിന് പുതുതായിട്ട് അതിൽ നിന്നൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്കത് കൂടുതൽ ആഴത്തിലേക്ക് അതിനെ കടക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ദീക്ഷയ്ക്ക് മുമ്പ് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിച്ചു കഴിഞ്ഞതാണ്, അതിൽ നിന്ന് കിട്ടേണ്ട അറിവുകളൊക്കെ നമുക്ക് കിട്ടിയതാണ് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഓരോ ദിവസവും രാവിലെ ഇരുന്ന ആ പുസ്തകങ്ങൾ വീണ്ടും 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 വായിക്കുമ്പോൾ ഓരോ വട്ടം വായിക്കുമ്പോഴേ നമ്മളൊരു ആഴം അളക്കാൻ പറ്റാത്ത കടലിലേക്ക് താഴേക്ക് ഇറങ്ങുന്നത് പോലെയാണ്. ഓരോരോ മുത്തുകളും പവിഴങ്ങളുമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ വില നമുക്ക് ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ വർഷം നമ്മൾ വായിച്ചതിനെക്കാട്ടിലും അത്രയും അനുഭവവും സന്തോഷവുമാണ് നമ്മൾ ഓരോ ദിവസവും അത് വായിക്കുമ്പോഴും കിട്ടുക. അത് ആത്മാർത്ഥമായിട്ട് വായിക്കുന്ന എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാവും. അപ്പം അത്രയും നമുക്ക് കിട്ടിയ ഈ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് പ്രഭു പറഞ്ഞത്. പ്രഭു തൻ്റെ പേഴ്സണൽ എക്സാമ്പിൾസിൽ അത് ഒരുപാട് പറഞ്ഞു തരികയും ചെയ്തു, എങ്ങനെയാണ് പ്രഭു അത് ചെയ്തതെന്ന്. അപ്പം ആ പ്രഭുവിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും പുസ്തകങ്ങൾ ഡെയിലി വായിക്കുകയും ചെയ്യണം, അതേപോലെ എല്ലാവർക്കും എത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രൊഫസർ മാജി ദയവായി ക്ഷമിച്ചാലും ഞാൻ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. ഞാൻ ആ പ്രഭുവിൻ്റെ നിന്ന് നമ്മുടെ പ്രഭുവിൻ്റെ ബുക്സ് ഞാൻ അഡ്വക്കേറ്റ് ഫീസാണ് ഞാൻ ചോദിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അത് പ്രീതിപ്പെട്ടു. അപ്പോൾ ഒറ്റ പുസ്തകം തന്നു. എന്നിട്ട് ഒരു സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപയുടെ ചെക്കും കൂടെ തന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അതിന് ആ പുസ്തകം മൊത്തം ഗിഫ്റ്റായിട്ട് തരികയും ചെയ്തു. എന്നിട്ട് 2 ലക്ഷം രൂപയും തന്നു. അപ്പോൾ നമ്മൾ ഭക്തിയിൽ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് വല്ല നഷ്ടമുണ്ടോ? നമ്മുടെ എല്ലാ കാര്യവും കൃഷ്ണൻ നോക്കി തരും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണൻ. നിങ്ങൾ ഒരു വലിയ കാളയിൽ ഈ ബുക്സുകൾ വിതരണം ചെയ്ത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇവിടെ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. വലിയൊരു ഗുജറാത്തിലെ ഒരു കാളയാണ്. 2 കാളകളുണ്ട്, വലിയ കൊമ്പൊക്കെ ഉള്ളതാണ്. അപ്പം ഡിവോട്ടീസ് ലോക്നാഥ് മഹാരാജ് പ്രഭുപാദിൽ നിന്ന് കിട്ടിയൊരു സേവനമാണ് എല്ലായിടത്തും നടന്ന് കാളവണ്ടിയിൽ ബുക്സുകൾ വിതരണം ചെയ്യാനുള്ളത്. അതേ മഹാരാജന്റെ ആ ഇൻസ്പിറേഷനിൽ പല ഡിവോട്ടീസും സന്യാസിമാരും ആ സേവനം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രകാരം നമുക്ക് തിരുപ്പതിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വാഹനം വരുന്നുണ്ട്, വലിയ കാളവണ്ടിയില്. അതിനകത്ത് ബുക്സുകൾ, അതിനകത്ത് ഗൗരവത്തായ ഡേറ്റീസ് ഉണ്ടാവും, പ്രഭുപാദിന്റെ വിഗ്രഹം ഉണ്ടാവും. അവിടുന്ന് അതിനകത്ത് പൂജകളും എല്ലാം നടക്കും. അതിന്റെ പുറകിൽ വലിയ ട്രാക്ടറില് പ്രഭുപാദിന്റെ പുസ്തകങ്ങളുമായിട്ട് വരും. 3-4 ഡിവോട്ടീസ് ഉണ്ടാവും, ബ്രഹ്മചാരീസ് ഉണ്ടാവും. അവര് ഒരു ദിവസം 10 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. നേരത്തെ ഒരു അഡ്വാൻസ് പാർട്ടി പോയിട്ട് 10 കിലോമീറ്റർ മുമ്പിൽ എവിടെയാണ് ഒരു വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് അവരവിടെ സ്റ്റേ ചെയ്യും. പിന്നെ അവിടെ കീർത്തനം ചെയ്യും, ബുക്സുകൾ വിതരണം ചെയ്യും. ഞാനും ഗിരീഷ്ണവും കൂടെ കഴിഞ്ഞ ആഴ്ച തക്കല വരെ പോയിരുന്നു. അവിടെ ഈ കാളവണ്ടി വരികയാണ്. അവര് ബുക്സ് എല്ലാം വിതരണം ചെയ്ത് തീർത്തു. അപ്പൊ അവർക്ക് കേരളത്തിലേക്ക് കടക്കണമെങ്കിൽ ഇനി അവർക്ക് ബുക്സ് വേണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറെ ബുക്സുകളുമായിട്ട് തക്കല പോയി അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാഠശാല അടുപ്പിച്ചൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ആഴ്ച നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടാവും. ഒരാഴ്ച അവര് തിരുവനന്തപുരത്ത് ബുക്ക് വിതരണത്തിന് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കും എല്ലാവർക്കും അതിന്റെ കൂടെ പോകാം. ആ ഡിവോട്ടീസിന്റെ കൂടെ ഇരുന്നാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഗിരീഷ് പ്രഭു അതിനൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ജഗശാശി പ്രഭുവിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രിഗേഷൻ മെമ്പേഴ്സ് എല്ലാവരും ഈ പുസ്തക വിതരണത്തിൽ ഈ അഡ്വാൻസ് ഡിവോട്ടീസിന്റെ കൂടെ നിന്ന് പുസ്തക വിതരണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരെയും മുൻകൂട്ടി ഈ ഒരു പ്രോഗ്രാം അറിയിക്കുകയാണ്. അപ്പം വരിക. നല്ല രസമാണ്. അതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും കാളയുടെ അടുത്ത് അത്രയും പീസ്ഫുൾ ആണത്. കണ്ട കൊമ്പൊക്കെ നമ്മുടെ ഒരു കയ്യിലേക്കാട്ടിലും ഉണ്ടാവും, പക്ഷെ അത് ഒന്നും ചെയ്തില്ല. അത്രയും ശാന്ത സ്വരൂപിയായിട്ടുള്ളൊരു ഇതാണ്. അതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പൊ അതിന്റെ അടുത്ത് പോവുക, അവരുടെ കൂടെ സംസാരിക്കുക, അവരെങ്ങനെ പുസ്തക വിതരണം ചെയ്യുന്നു, അവരുടെ ജീവിതം എങ്ങനെ നയിക്കുന്നു, ഇതെല്ലാം നമുക്ക് കണ്ട് പഠിക്കാനും പറ്റും. പ്രഭുവിന്റെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു സേവനത്തിനും കൂടെ പങ്കുചേരണമെന്നും എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.